വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറപ്പ് അവന്റെ കരുണ കൊണ്ട് അവന്റെ ഔദാര്യം കൊണ്ട് ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം ഇവിടെ തുടങ്ങിയ ക്ലാസ് വെള്ളിയാഴ്ച തോറും ലോക്ക്ഡൌണിന്റെ സമയത്ത് നമ്മൾ തുടങ്ങിയ ക്ലാസ് ആണ്. അൽഹംദുലില്ലാഹ്, ഒരു വെള്ളിയാഴ്ചയും രാത്രി ആഴ്ചയിൽ 3 ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ 2ആയി, ഇപ്പൊ 1ആയി. അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പങ്കെടുത്തവർ, ഇതിനെ സഹായിച്ചവർ, ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയിപ്പോൾ റമദാനൊക്കെ വരികയാണ്. വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ രാത്രികാലങ്ങളിൽ പിന്നെ നമുക്ക് ഇതുവരെ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റമദാൻ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സുകൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. ഇൻഷാ അല്ലാഹ് ഇനി ഈ ക്ലാസ് പകലിലേക്ക് മാറ്റേണ്ട അവസ്ഥയാണുള്ളത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ സഹോദരിമാരുടെ ഒരു ക്ലാസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് എൻ്റെ ക്ലാസ് ഇൻഷാ അല്ലാഹ്. കാരണം സഹോദരിമാർ കൂടെ തറാവീഹ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഒരുപാട് നേരം ഇരിക്കുക. തറാവീഹ് തീരുമ്പോൾ ഏകദേശം 10 മണിയോളമാകും. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ 12 മണി വരെ ഇരിക്കുക, അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല കാര്യമല്ലേ, നല്ല കാര്യമല്ലേ ഇൻഷാ അല്ലാഹ് പകലേ. കാരണം അപ്പോൾ സഹോദരിമാർക്ക് കൂടെ പങ്കെടുക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ നമ്മുടെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. 2 മാസക്കാലമായിട്ട് സ്വഹാബത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. 6 മാസക്കാലം പരിശുദ്ധമായ റമദാൻ തീർന്നു കഴിഞ്ഞാൽ 6 മാസക്കാലം സ്വഹാബത്ത് ദുആ ചെയ്യുമായിരുന്നു. പടച്ചവനെ, നീ ഞങ്ങളെ റമദാനെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങൾ പിടിച്ച നോമ്പ് സ്വീകരിക്കണേ അല്ലാ, ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ. 6 മാസക്കാലം റമദാൻ അവരിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോയതിന്റെ വേദനയിൽ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്ത് 6 മാസം അങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. 6 മാസം കഴിഞ്ഞാൽ പിന്നെ അവർ ദുആ ചെയ്യും, അല്ലാഹുവേ റമദാൻ വരെ നീ ഞങ്ങളെ എത്തിക്കണേ എന്ന്. 6 മാസം 12 മാസവും ദുആ തന്നെ. 6 മാസക്കാലം നോമ്പ് പിടിച്ചതും തറാവീഹ് നിസ്കരിച്ചതും ഖുർആൻ ഓതിയതും സദഖ ചെയ്തതും മുഴുവനും സ്വീകരിക്കുന്നതിന് വേണ്ടി റമദാന് പിരിഞ്ഞുപോയ വേദനയിൽ കരയുമ്പോൾ അടുത്ത 6 മാസക്കാലം ആ റമദാനിൽ എത്തിക്കണേ എന്ന ആഗ്രഹത്തോടെ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബ് മാസം കടന്നു വരുമ്പോൾ ദുആ ചെയ്യാൻ 2 മാസം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. 2 മാസക്കാലം നമ്മൾ ദുആ ചെയ്യാൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ 2 മാസക്കാലം ഞാനും നിങ്ങളും ദുആ ചെയ്ത് കാത്തിരുന്ന ആ ഒരു വിരുന്നുകാരൻ, അതിഥി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ശഅബാൻ, എന്ന മാസമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ പരിചയപ്പെടുത്തിയ ആ ശഅബാൻ എന്ന് പറയുന്ന മാസം എന്നിൽ നിങ്ങളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോൾ, മണിക്കൂറുകൾ മാത്രം എന്റെയും നിങ്ങളുടെയും മുന്നിലുള്ളപ്പോൾ എന്ത് നേടി ഈ ശഅബാൻ മാസം കൊണ്ട് നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശഅബാനു ജുന്നത്തും മിനന്നാർ. ഈ ശഅബാൻ എന്ന് പറയുന്ന മാസം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയ, നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ, നരകത്തിന്റെ ഭയാനകമായ അദാബുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയാണ് ശഅബാൻ മാസം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഈ മാസം നമുക്ക് നരകത്തിൽ നിന്ന് കരകയറാനുള്ള, ആ നരകത്തിന്റെ അദാബുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ?
റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫമൻ അറാദ അയ്യുൽ ഖാനി, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അവന് വലിയ പ്രതിഫലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നരകത്തിൽ നിന്നുള്ള പരിചയാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. അതുകൊണ്ട് നിങ്ങൾ ഈ ശഅബാൻ മാസത്തിൽ നിങ്ങൾ ഇബാദത്തുകൾ ചെയ്യണം, നിങ്ങൾ നോമ്പ് പിടിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മാസത്തെ ആദരിക്ക്, ഈ മാസത്തെ നിങ്ങൾ പരിഗണിക്ക്, ഈ മാസത്തെ നിങ്ങൾ ബഹുമാനിക്ക്, ഈ മാസത്തിൽ നിങ്ങൾ അമിതമായി ഇബാദത്തുകൾ ചെയ്യ്. അതിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് ഹറമല്ലാഹു ജസദഹു അലന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഈ മാസത്തെ നിങ്ങൾ ആദരിക്കുന്നതിലൂടെ ഹറമല്ലാഹു ജസദഹു അലന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന മാസമാണ് ശഅബാൻ എന്ന് പറയുന്ന മാസം. എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഹവ്വനല്ലാഹു അലൈഹി സകറാത്തിൽ മൗത്ത്, അല്ലാഹു നിങ്ങളുടെ മരണവേദന കുറച്ചു തരാൻ, അല്ലാഹു നിങ്ങളുടെ മരണം എളുപ്പമാക്കി തരാൻ ഈ ശഅബാൻ എന്ന് പറയുന്ന മാസത്തിൽ നന്മ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കഴിയുമെന്ന് മുത്തുനബി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുകയാണ്, വദഫഅൻഹു ദുൽമത്തൽ ഖബരി വഹുവ മുൻകറും വനകീർ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ എന്ന് പറയുന്ന മാസം ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ഈ മാസത്തെ ആദരിച്ചവർ, ഈ മാസത്തെ ബഹുമാനിച്ചവർ, ഈ മാസത്തിൽ ഇബാദത്തുകൾ ചെയ്തവർ, ഈ മാസത്തിന് നോമ്പ് പിടിച്ചവർ, അല്ലാഹു കൊടുക്കാമെന്ന് പറയുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അവന്റെ മരണവേദന അല്ലാഹു കുറയ്ക്കുകയാണ്, അവന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മരണത്തിന് വല്ലാത്ത ഒരു വേദനയാണല്ലോ. ആ കടമ്പ കടക്കാൻ എനിക്കും നിങ്ങൾക്കും വല്ലാത്ത പ്രയാസമാ. അല്ലാഹു നമ്മുടെ മരണം എളുപ്പമാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മരണം അല്ലാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഒരാൾ മരിച്ച വീട്ടിലിരുന്ന് കരയുക, ഒരാൾ മരണ വീട്ടിലിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, നീ എന്തിനാടാ അവനെ ഓർത്ത് കരയുന്നേ? നീ നിന്നെ ഓർത്ത് കരയടാ. നീ എന്തിനാണ് ആ മനുഷ്യനെ ഓർത്തും മരിച്ച ആളെ കുറിച്ച് ഓർത്തിട്ട് കരയുന്നത്? എന്തിനാ? അല്ലെ, നമ്മളൊക്കെ മരണ വീട്ടിൽ പോയിരുന്ന് കണ്ടിട്ടില്ല കരയുന്നത്? എന്റെ സത്യത്തിൽ മഹാനവറുകൾ ചോദിക്കുന്നു, നീ എന്തിനാ കരയുന്നേ? നീ മരിച്ച ആളെ ഓർത്തിട്ടല്ല കരയേണ്ടത്, നീ നിന്നെ കുറിച്ച് ഓർത്തിട്ട് കര. കാരണം ആ മനുഷ്യൻ രക്ഷപ്പെട്ടു, നിനക്കിനി ഇത് വരാനിരിക്കുന്നു. മരണവേദന എന്ന് പറയുന്ന ആ ഒരു കടമ്പ, കുല്ലു നഫ്സിന് ദാഇഖത്തുൽ മൗത്ത്, മരണത്തിനൊരു വേദനയുണ്ടെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ആ വലിയ കടമ്പ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. അവൻ മരിച്ചില്ലേ, അവൻ അത് കടന്നിട്ടു, ഇനി നീ അത് അനുഭവിക്കാനിരിക്കുക. അപ്പൊ നീ മരിച്ചവനെ ഓർത്തിട്ടല്ല കരയേണ്ടത്, നിന്നെ കുറിച്ച് ഓർത്തിട്ട് നീ കര. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ഈ മണിക്കൂറുകളുടെ വിലയാ ഞാൻ പറയുന്നത്. ഈ പാഴാക്കി കളയാനില്ല. ഇനിയുള്ള ഓരോ മണിക്കൂറിന്റെയും മഹത്വം. അള്ളാഹു നമുക്ക് നല്ല മരണം തരും. അള്ളാഹു നമ്മളുടെ ഖബർ ശിക്ഷ മാറ്റിവെക്കും. നമ്മുടെ മുൻകറും നക്കീർ എന്ന് പറയുന്ന മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നരകത്തിലിട്ട് കരിക്കൂല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാ ഈ മാസത്തെ ആദരിക്കലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, റമദാന് പടിവാതിലിലേക്ക് കടന്നു വന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ റമദാന് കടന്നു വന്നു. നമ്മളിൽ എത്ര പേര് തയ്യാറെടുത്തിട്ടുണ്ട്? നമ്മളിൽ എത്ര പേര് ഒരുങ്ങിയിട്ടുണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഞാനും നിങ്ങളും റമദാൻ എന്ന് പറയുന്ന അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പരിശുദ്ധമായ റമദാന്, ആ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽ പലർക്കും ആ റമദാനിന്റെ മഹത്വം എന്താണെന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. ആ
റമളാനിന്റെ മഹത്വം എന്താണെന്ന് നമുക്ക് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിന്റെ മഹത്വം നിങ്ങൾക്കറിയണോ? മഹാനായ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. പടച്ചവനെ, മഹാനവറുകൾ അവിടെന്ന് പറയുകയാണ്, മഹാനവറുകൾ പടച്ചവനെ അവിടെന്ന് ഒരു ചരിത്രം പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് രണ്ട് മനുഷ്യന്മാര് കടന്നു വരികയാണ്. രണ്ട് സഹോദരങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ വന്നിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾക്ക് മുസ്ലിമാകണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നു, മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമാവുകയാണ്. രണ്ടുപേരും ഇസ്ലാമിന്റെ കൊടിക്ക് കീഴിലേക്ക് കടന്നു വന്നു. അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ത്വൽഹാ, നീ ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരെയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പടച്ചവനെ, അവിടുന്ന് നമസ്കാരം എന്താണ്, ഇസ്ലാം കാര്യങ്ങൾ എന്താണ്, ഈമാൻ കാര്യങ്ങൾ എന്താണ്, പടച്ചവനെ ഓരോന്നായിട്ട് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂ തൽഹ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതാ മുസ്ലിമായി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഒരു യുദ്ധം കടന്നു വരികയാണ്. ഈ രണ്ടുപേരിൽ ഒരു മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈ യുദ്ധത്തിൽ പങ്കെടുത്താൽ എന്ത് കിട്ടും നബിയേ? ഈ രണാങ്കണത്തിൽ പോയി ഷഹീദായാൽ എന്താണ് പ്രതിഫലമെന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹ് പറഞ്ഞു കൊടുത്തു, ഷഹീദായാ നിനക്ക് സ്വർഗം കിട്ടും. ആ രണ്ടുപേര് മുസ്ലിമായതിൽ ഒരു മനുഷ്യനുണ്ടല്ലോ, അതാ യുദ്ധക്കളത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് മണിക്കൂറുകൾ, ദിവസങ്ങളെ ആയുള്ളൂ. ഈ മനുഷ്യന്റെ നാഗണത്തിലേക്ക് കടന്നു പോയി യുദ്ധക്കളത്തിൽ അവിടുന്ന് ഷഹീദാവുകയാണ്. അവിടുന്ന് യുദ്ധക്കളത്തിൽ പോരാടി ഷഹീദാവുകയാണ്. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, രണ്ടാമത്തെ മനുഷ്യനുണ്ടല്ലോ, ഒരു വർഷക്കാലം അവിടെ തന്നെ കഴിയുകയാണ്. ഒരു വർഷക്കാലം, ഒരു കൊല്ലം കൂടെ ആ മനുഷ്യൻ അവിടെ ജീവിക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ, ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ആ മനുഷ്യനതാ കട്ടിലിൽ കിടന്നു മരണപ്പെടുകയാ. സാധാരണ ഒരാള് മരണപ്പെടുന്നത് പോലെ പടച്ചവനെ ഷഹീദല്ല, യുദ്ധക്കളത്തിൽ പോയി രണാങ്കണത്തിൽ പോയി ഷഹീദായതല്ല, തന്റെ വീട്ടിലെ കട്ടിലിന്റെ മുകളിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ മരണപ്പെടുകയാ. ഈ മനുഷ്യനെയും കൊണ്ടുപോയി കബറടക്കുകയാണ്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ചവനെ, അവിടുന്ന് ഒരു സ്വപ്നം കാണുകയാ. തന്റെ വീട്ടിൽ കിടന്നിരുന്ന രണ്ടുപേര്, ഒരാള് ഷഹീദായി, ഒരാള് ഒരു കൊല്ലം കിടന്ന് വീട്ടിലെ കട്ടിലിന്റെ മുകളിൽ കിടന്ന് മരിക്കുകയാണ്. രണ്ടുപേരെയും സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം കണ്ടതെന്നറിയുമോ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ഭയാനകമായ ആ ചെമ്പിന്റെ തറയിൽ, പടച്ചറപ്പിന്റെ കോടതിയിൽ തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന അള്ളാന്റെ മഹ്ശറയുണ്ടല്ലോ. ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ കോടതിയിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാ. ആ സമയത്ത് ഈ രണ്ടുപേരിൽ നിന്ന് അബൂ തൽഹ തങ്ങൾ പറയുകയാണ്, ഇവര് രണ്ടുപേരിൽ നിന്ന് അല്ലാഹു ആദ്യം സ്വർഗത്തിലേക്ക് കടത്തിവിട്ട മനുഷ്യൻ ആരെന്നറിയുമോ? ഈ വീട്ടിലെ കട്ടിലിന്റെ മുകളിൽ കിടന്നു മരിച്ച മനുഷ്യനെയാ. കട്ടിലിൽ സാധാരണ ഒരാൾ മരണപ്പെടുന്നത് പോലെ വീടിന്റെ അകത്ത് കിടന്നു മരിച്ച മനുഷ്യനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നത്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് അത്ഭുതമാവുകയാണ്. അവിടുന്ന് വല്ലാത്ത അത്ഭുതമായി, ഷഹീദായവനല്ലേ ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്, പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ കടത്തിവിട്ടത്? എന്റെ
പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുകയാ. അതാ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അലൈസ ഖദ് മകസ ഹാദാ ബഅദ സനാ ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. നബിയേ, ഷഹീദായവനല്ലേ ആദ്യം സ്വർഗത്തിൽ കിടക്കേണ്ടത്, ശുഹദായിനല്ലേ സ്വർഗത്തിൽ കിടക്കാൻ അർഹതയുള്ളത്. ഈ മനുഷ്യന് സാധാരണ വീട്ടിൽ കിടന്ന് മരിച്ചവനാണല്ലോ, എന്നിട്ടും അല്ലാഹു ഒന്നാമത് സ്വർഗത്തിലേക്ക് കടത്തിവിടാൻ കാരണം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, വഅദ്റക റമളാൻ ഫസാമഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അയാൾ ഒരു വർഷം കൂടെ ജീവിച്ചില്ലേ, ഒരു വർഷക്കാലം ആ മനുഷ്യൻ അല്ലാഹു ആയുസ് കൊടുത്തില്ലേ, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ കഴിഞ്ഞില്ലേ. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഒരു റമദാനിനെ കണ്ടെത്തുകയും ആ റമദാനിൽ ആ മനുഷ്യൻ നോമ്പെടുക്കുകയും ചെയ്തില്ലേ. സഹാബാ, പടച്ച റബ്ബേ, ഒരു റമദാനിൽ ജീവിക്കാനുള്ള അവസരം അല്ലാഹു കൊടുത്തില്ലേ, അതതിനേക്കാളും വലുതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഷഹീദായവനെക്കാളും മുമ്പേ സ്വർഗത്തിൽ പോകാം അല്ലാഹു അവസരം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ, അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്ന പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ജീവിക്കാൻ അല്ലാഹു അവൻ അവസരം കൊടുത്തല്ലോ. ആ റമളാൻ മാസത്തിൽ അവൻ നോമ്പ് പിടിച്ചല്ലോ, ആ റമളാൻ മാസത്തിൽ അവൻ ഖുർആൻ ഓതിയല്ലോ, ആ റമളാൻ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തല്ലോ, ഒരുപാട് സൽക്കർമ്മം ചെയ്യാൻ അവസരം കിട്ടിയല്ലോ. അതുകൊണ്ടാണ് ആ റമളാനിന് പകരമാണ് അല്ലാഹു സ്വർഗ്ഗം കൊടുത്തതെന്ന് മുത്തുനബി പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും എത്ര റമളാൻ നോമ്പ് പിടിച്ചവരാണ്, എത്ര റമളാൻ ഞാനും നിങ്ങളും നോമ്പ് പിടിച്ചിട്ടുണ്ട്, എത്രയോ നന്മകൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഷഹീദായ മനുഷ്യനെ സ്വർഗത്തിൽ വിടാതെ നീ സാധാരണ വീട്ടിൽ കടന്നു മരിച്ച മനുഷ്യനെ ആദ്യം സ്വർഗത്തിൽ വിടാ. എന്തേ നബിയത്? എന്തേ നബിയെ? പറഞ്ഞ മറുപടി, അവനെക്കാളും മഹത്വം ഇവനുണ്ട്. കാരണം പരിശുദ്ധമായ റമളാൻ, ഒരു റമളാനിൽ ഇബാദത്ത് ചെയ്യുവാനും നോമ്പ് പിടിക്കാനും അവസരം കിട്ടി. അത് തന്നെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് അല്ലാഹു ഒരുപാട് അവസരം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ റമളാൻ വരുമ്പോഴും ഓരോ റമളാൻ കഴിയുമ്പോഴും ജീവിതത്തിൽ മാറ്റം വന്ന് അല്ലാഹുവിലേക്ക് അടുക്കുകയാ വേണ്ടത്, അകലുകയല്ല. നമ്മൾ നേരെ തിരിച്ച, ഓരോ റമളാൻ കഴിയുമ്പോഴും ശീലമായി പടച്ചവൻ ആദ്യം മോട്ടിക്കുമ്പോഴേ പേടിയുള്ളൂ, പിന്നെ പേടിക്കുമ്പോൾ മോട്ടിക്ക് കുഴപ്പമില്ലല്ലോ. ഇതുപോലെയാണ് പടച്ചവനെ, നമുക്ക് ആദ്യമൊക്കെ റമളാൻ ഒരു വലിയ പേടിയായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നന്മകൾ ജീവിതത്തിൽ ചെയ്യ്, അല്ലാഹു അവസരം തരുന്നതല്ലേ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബി ബക്കർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈറാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, ജനങ്ങളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠനാരാണ്? അബൂബക്കർ തങ്ങൾ ചോദിക്കുകയാണ്, ആരാണ് നബിയേ? ജനങ്ങളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠനാരാണ്? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ താല ഉംറുഹു വഹസന അമലുഹു. ആരാണോ ആയുസ് നീട്ടി കിട്ടുന്നവന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായവൻ ആയുസ് കൂടുകയും ആ കൂടിയ ആയുസിൽ ഒരുപാട് നന്മ ചെയ്യാൻ അവസരം കിട്ടിയവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല 50ഉം 60ഉം 70ഉം 80ഉം 90ഉം 100ഉം കൊല്ലം വരെ ജീവിക്കാൻ അല്ലാഹു അവസരം കൊടുത്തവൻ. ഈ 100 കൊല്ലം ജീവിക്കുകയും ആ 100 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയിൽ അല്ലാഹുവിന് നന്മയും വഴിപ്പെടുകയും ചെയ്തവനാണ് ജനങ്ങളിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ പേര് 40ഉം 50ഉം 60ഉം വയസ്സുള്ളവർ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ 100 വയസ്സുള്ളവർ വരെയുണ്ട് ഇബാദത്ത് ഇപ്പോഴും.
അള്ളാന്റെ ഖുർആൻ ഓതുന്നവർ, ദിക്റുകൾ പറയുന്നവർ എത്രയോ പേരുണ്ട്. ആയുസ് നീട്ടിക്കിട്ടൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ നന്ദി കാണിക്കാനുള്ള ഒരു ആയുസ് കിട്ടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഏറ്റവും മോശമായ ആളാരാ? അവിടെ നിന്ന് പറയുന്നു, ഫഅയ്യുന്നാസി ശർറുൻ, ജനങ്ങളിൽ ഏറ്റവും ശർറായവനാരാ? അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് നീട്ടിക്കൊടുക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യാതെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തു മരിക്കുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, 30 അല്ല 40 അല്ല 50 അല്ല 60 അല്ല 70 അല്ല 80 കൊല്ലം കൊടുത്തിട്ടും ഒരു കാര്യമില്ല. നമ്മളൊക്കെ പറയാറുണ്ട്, പ്രായമാകുമ്പോഴെങ്കിലും നന്നാവും. ഇപ്പൊ പ്രായമായപ്പോഴാ എല്ലാം പോയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ പള്ളിയും പട്ടവും എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രായമായപ്പോഴത്തേക്ക് പിന്നെ ഉള്ളതെല്ലാം പോയി. ഇപ്പൊ നിസ്കാരവും ഇല്ല, ദിക്റുകളുമില്ല, ഖുർആനുമില്ല. 24 മണിക്കൂറും ടിവിയുടെ മുന്നിൽ തന്നെ ഇരിക്കുന്ന എത്ര അത്താമാര് നമുക്കറിയാം. നമ്മൾ തന്നെ നമ്മുടെ വാപ്പ, നമ്മുടെ സ്വന്തം വാപ്പായി ചിന്തിച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളോ പലരും നിങ്ങൾ ചിന്തിക്ക്, കുടിലി കടന്നവരാ, പാപങ്ങളാ, TV എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. അങ്ങനെയുള്ളവർ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി അവസാനം മക്കൾക്ക് നല്ല ജോലിയായി, ഇത്തിരി പൈസയായി, ഇത്തിരി പണം കിട്ടി, 2 നില വീട് വെച്ചു, നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടി. ഇപ്പൊ വാപ്പാനെയും ഉമ്മാനെയും കൊണ്ടുപോയി വീട്ടിൽ ഇരുത്തിട്ട് പറയാ, നിങ്ങൾ ഒരു ജോലിയും ചെയ്യണ്ട, ഇവിടെ തന്നെ ഇരുന്നു. എവിടെ? ടിവിയുടെ ഫ്രണ്ടില്. അപ്പൊ അവിടെ തന്നെ ഇരിക്കുക, അവിടെ ഇരുന്ന് മരിക്കാൻ വേണ്ടി ഇരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അവസരം തരികയായി. ഈ അവസരം നമ്മൾ പാഴാക്കരുത്. അള്ളാഹു നമുക്ക് തരുന്ന ചാൻസുകൾ നമ്മൾ പാഴാക്കരുത്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ വരട്ടെ. റമദാൻ വന്നിട്ട് ചെയ്യാമെന്നല്ല, ആ റമദാനിന് മുമ്പേ എനിക്കും നിങ്ങൾക്കും ഒരുങ്ങാൻ കഴിയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസത്തെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തിയത്, എന്റെ പ്രിയപ്പെട്ടവരെ, റജബുൽ ലിത്വഹീരീന അൽബദനി, മഹാനവറുകൾ പറയുകയാ, റജബ് മാസം ശരീരത്തെ ശുദ്ധമാക്കാനുള്ള മാസമാണ് റജബ് മാസം. എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ മാസവും റമദാൻ മാസവും, റമദാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ശുദ്ധീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാതെ റമദാൻ വന്നിട്ട് നന്നാകാമെന്നല്ല, റമദാൻ വന്നിട്ട് തയ്യാറെടുക്കാമെന്നല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു തന്നിരിക്കുന്ന അവസരമാണ്. ഈ അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. ഈ അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നന്മകൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ അലങ്കരിക്കാൻ കഴിയണം. നന്മകൾ അധികമായി ചെയ്യാൻ കഴിയണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകൾ അധികമായിട്ട് ചെയ്യ്. നിസ്കാരങ്ങളൊക്കെ കടന്നു വരട്ടെ, പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങൾ കടന്നു വരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായിട്ടുള്ള ഇബാദത്തുകൾ വല്ലാതെ വർദ്ധിക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുന്ന ഒരു വിഭാഗത്തെ കുറിച്ച്, എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ശഅബാൻ നമ്മൾ നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോൾ, ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഒരു വിഭാഗം ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. അവര് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവര് പക്ഷികളെ പോലെ ചിറക് വെച്ചുകൊണ്ട് പറക്കുകയാണ്. അവർ അല്ലാഹുവിന്റെ പരലോകത്തിലൂടെ എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു വിഭാഗം അവിടെ നിന്ന് പറക്കുകയാണ്. അവർ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയാണ്. പടച്ച റബ്ബേ, പാറിപ്പറവകളെ പോലെ അവർ ആകാശത്തിലൂടെ പരലോകത്തിന്റെ മുകളിലൂടെ പറന്ന് അവർ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ, ആ സ്വർഗത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മലക്ക് ചോദിക്കുകയാ, ഹൽ റഅയ്തുമുൽ ഹിസാബ് ഹൽ റഅയ്തുമുസ് സിറാത്ത് ബിമാ വജദ്തും ഹാദിഹി ദറജാത്ത്. എല്ലാവരും പടച്ച റബ്ബിന്റെ പരലോകത്ത് പേടിച്ച് വിറച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ, ഇന്ന് രക്ഷപ്പെടാൻ എന്ത് വഴിയാണ് ഉള്ളതെന്ന് ചിന്തിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവനും നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ കോടതിയില് ജനങ്ങൾ മുഴുവനും പ്രയാസത്തിൽ പേടിച്ച് കഴിയുമ്പോ റസൂലുള്ള
പറയുകയാ, ഒരു വിഭാഗം ഇങ്ങനെ പറക്കുകയാ, പറവകൾ പറക്കുന്നത് പോലെ, പക്ഷികൾ പറക്കുന്നത് പോലെ അവര് പറന്ന് 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 സ്വർഗത്തിലേക്ക് പോകുകയാണ്. ആ സമയത്ത് മലക്കുകൾ ചോദിക്കുകയാ, നിങ്ങൾ വിചാരണ കഴിഞ്ഞിട്ടാണോ വരുന്നത്? നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ? ഹിസാബ് കഴിഞ്ഞോ? അവര് പറയുന്നു, പടച്ചവനെ. മലക്കുകൾ അത്ഭുതത്തോട് ചോദിക്കുകയാ, ഈ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, അങ്ങനെ ഒരു പാലം കടന്നിട്ടാണോ നിങ്ങൾ വന്നത്? ആ സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നിട്ടാണോ വരുന്നത്? എന്നിട്ട് മലക്കുകൾ ചോദിക്കുകയാണ്, ഇവര് പറയുന്നതല്ല, ഞങ്ങൾ താണ്ടിയാണ് വരുന്നത്, ഞങ്ങളുടെ വിചാരണ കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ? ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ? ഇത്ര പെട്ടെന്ന് ഈ സിറാത്ത് എന്ന പാലം നിങ്ങൾ കടന്നോ? അതാ മലക്ക് ചോദിക്കുകയാ, ബിമാ വജത്തും ഹാദിഹി ദറജാത്ത്. ഇങ്ങനെ ഒരു പദവി കിട്ടാൻ, ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടാൻ, ഇത്രയും പെട്ടെന്ന് സിറാത്ത് കടന്ന് വിചാരണ കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വർഗത്തിൽ വരാ, നിങ്ങൾ എന്ത് നന്മയാണ് ചെയ്തത്? അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ. നാളെ ഒരു വിഭാഗം ജനങ്ങൾ പറവയെ പോലെ പറന്നു പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, വിചാരണ കഴിഞ്ഞിട്ടാണോ വരുന്നത്? മലക്കുകൾ ചോദിക്കുകയാ. കാരണം അതൊരു വല്ലാത്ത ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് മലക്കുകൾ ചോദിക്കുന്നത്, ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞോ? വിചാരണ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹു ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലൗ യുഅദ്ദിബുഹു അബദ, അവന്റെ കാര്യം പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരാൾ അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവൻ നശിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞത് ഹിസാബൈ യസീറ, അള്ളാഹ് എളുപ്പത്തിലുള്ള വിചാരണ. അള്ളാഹ് വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കും, സിറാജേ, 10-30 കൊല്ലം 10-40 കൊല്ലം ദുനിയാവി ജീവിച്ചില്ലേ? ഞാൻ പറഞ്ഞു ഒന്നും കേട്ടില്ല അല്ലേ? നിസ്കരിച്ചില്ല അള്ളാഹ്. ഒരുപാട് നന്മകളൊന്നും ചെയ്തില്ല അള്ളാഹ് ഇങ്ങനെ ചെറുതായിട്ട് ചോദിക്കും. എന്നൊക്കെ ചോദിച്ചിട്ട് പറയും, പോട്ടെ, ശരി, നീ കയറി പോടാ എന്ന് പറഞ്ഞ് കയറ്റിവിടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലേ, ചില സമയങ്ങൾ അങ്ങനെയാണല്ലോ. ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകുമ്പോൾ തന്നെ, ഇപ്പോൾ ബോർഡറൊക്കെ അടച്ചിട്ടിരിക്കണം, അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് പാപം, കയറി പൊക്കോടാ, ചിലരെ കയറ്റിവിടും, ചിലരെ വിടൂല്ല. പല സ്ഥലങ്ങളിലും കയറ്റിവിടാത്ത പല സ്ഥലങ്ങളിലും പോയി നിൽക്കുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ പറയും, നീ കയറി പൊക്കോ എന്ന് പറഞ്ഞ് കയറ്റിവിടാറില്ല. ഹോസ്പിറ്റലിൽ കയറ്റിവിടാത്തടത്ത് കയറ്റിവിടാറുണ്ട്. ഇപ്പം തന്നെ ഇവർ വെള്ളിയാഴ്ച പള്ളി കയറാം, ഇങ്ങോട്ട് കയറി, അങ്ങോട്ട് കയറി, കുറച്ച് അങ്ങോട്ട് കയറി, കയറ്റിവിടുന്നില്ലേ? ഇതുപോലെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നിർത്തിയിട്ട്, പാവല്ലേ ചങ്ങായി, പാവല്ലേ, പൊക്കോടാ, നീ കയറിപ്പോയി എന്ന് പറഞ്ഞ് അള്ളാഹു കയറ്റിവിടും. അള്ളാഹ് അങ്ങനെ വിടുന്ന വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാതെ പിടിച്ചു നിർത്തിയിട്ടാ പറഞ്ഞിങ്ങോട്ട് പറ, ഞാൻ തന്ന ആയുസ് നീ എങ്ങനെ ചെലവഴിച്ചു? നീ എങ്ങനാ ഞാൻ തന്ന ആയുസ് ചെലവഴിച്ചത്? നീ എങ്ങനാ പണം ഉണ്ടാക്കിയത്? എങ്ങനാ ചെലവഴിച്ച്? അള്ളാഹ് എങ്ങാനും ചോദിച്ച നമ്മൾ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. അതുകൊണ്ടാണ് അത്രയും അത്ഭുതത്തോടുകൂടി മലക്കുകൾ ചോദിച്ചത്. സിറാത്ത് എന്ന് പറയുന്ന പാലം, കുറച്ചവനെ കിലോമീറ്ററുകളോളം, എന്ത് വലിയ പാലം! നമ്മൾ ഇന്ന് വരെ ഏറ്റവും വലിയ പാലം കണ്ടിരിക്കണം അവിടെ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പാലം എവിടെ അനുസരിച്ച് അരൂര് പാലമാണ് നമ്മൾ കരുതിയിരിക്കണേ. കേരളത്തിലെ ഏറ്റവും വലിയ പാലം അതാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്. ഒന്നുമല്ല, സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. എന്തൊരു നീളമെന്നറിയോ? കോടാനി ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ തീരാത്ത, 70,000 കൊല്ലം സഞ്ചരിച്ചാൽ തീരാത്ത കയറ്റവും ഇറക്കവും നിരപ്പും. ഈ പാലം അങ്ങനൊന്നും പെട്ടെന്ന് കിടക്കൂല. ഈ സിറാത്ത് എന്ന് പറയുന്ന പാലം അത്ര പെട്ടെന്ന് കടന്നു പോകാൻ പറ്റൂല. അള്ളാഹു കടക്കുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ചില ഭാഗ്യവാന്മാരുണ്ട്, കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലെത്തും. ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പേ ചിലരങ്ങ് സ്വർഗത്തിലെത്തും. പിന്നൊരു വിഭാഗമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രകാശം ആകാശത്ത് മിന്നലടിക്കൂലേ, അതുപോലെ അങ്ങ് പോകും. ചിലര് കാറ്റിന്റെ വേഗതയിൽ പോകും, ചിലർ പ്രകാശത്തിന്റെ വേഗതയിൽ പോകും, ചിലര് ഓടിപ്പോകും, ചിലര് നടന്നു പോകും, ചിലര് എഴഞ്ഞു പോകും. ആ എഴഞ്ഞെങ്കിലും പോകുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. ആ എഴഞ്ഞു പോകുന്നവരാരാന്നറിയും?
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിറാത്ത് എന്ന് പറയുന്ന പാലം, ഈ വാളിന്റെ അഗ്രഭാഗം ഉണ്ടല്ലോ, നല്ല മൂർച്ചയുള്ള, ഗൾഫിലൊക്കെ കണ്ടിട്ടില്ലേ, വെള്ളിയാഴ്ച അങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തും, ഒറ്റ വെട്ട്, നമ്മൾ കോഴിയെ വെട്ടണമല്ല. ആ വാളിനൊക്കെ വല്ലാത്ത മൂർച്ച. ആ വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ അസ്വിറാത്തു അലാ ജഹന്നം മിസ്ല ഹറുഫി സൈഫ്, വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയാണ് സിറാത്ത് എന്ന പാലം. വല്ലാത്ത നേർമയുള്ളത്. ഒരു മുടി ഇങ്ങനെ എടുത്തിട്ട് ഏഴായിട്ട് ഇങ്ങനെ കീറണം. അപ്പൊ ഇങ്ങനെ ഉണ്ട്, അതാ അതിലൊരു അതുപോലെ എത്രയും നേർമ. വല്ലാത്ത ഇരുളാണ്, വല്ലാത്ത വഴുവഴുപ്പ്. ഒന്നു കൊടുക്കുന്ന സ്ഥലത്തൊക്കെ തട്ടി വീഴത്തില്ല, അടിച്ചിട്ട് വീടില്ലേ, വല്ലാത്ത വഴുവഴുപ്പ്. ഇങ്ങനെയുള്ള ഈ പാലമാണ് സിറാത്ത്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഈ സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നിട്ടാണോ നിങ്ങൾ വന്നത്? അതെ. എങ്കിലും നിങ്ങൾ ആരാ? നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? അള്ളാഹു ഇത്രയും വലിയ ഒരു പ്രതിഫലം നിങ്ങൾക്ക് തരാനുള്ള കാരണം എന്താ? ആ സമയത്ത് മലക്കുകൾ അവരോട് ചോദിക്കുമ്പോ അവര് പറയുകയാണ്, അബദനല്ലാഹു സിർറൻ ഫിദ്ദാരി ദുനിയാ വഅദ്ഖലൽ ജന്നത സിർറൻ ഫിൽ ആഖിറ. അവരവിടെ വെച്ച് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? പറയുന്ന മറുപടി എന്തെന്നറിയുമോ? മലക്കുകളോട് പറയുകയാണ്, ഈ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ, ഈ ദുനിയാവിലെ ചെറിയ ജീവിതത്തിൽ ഞങ്ങൾ രഹസ്യമായി നന്മകൾ ചെയ്തവരാണ്, ആരും അറിയാത്ത നന്മകൾ ചെയ്തവരാണ്. റമദാനിൽ എല്ലാവരും നോമ്പ് പിടിക്കുന്നു, ഞങ്ങൾ ശഅബാനിലും നോമ്പ് പിടിച്ചവരാ. റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്, എല്ലാവരും ഖുർആൻ ഓതുന്നു, ഞങ്ങൾ ശഅബാനിലും ഓതിയവരാണ്. തറാവീഹ് വരെ നിസ്കരിക്കുന്നു, ഞങ്ങളെ പടച്ചവനെ ശഅബാനിൽ ഒരുപാട് നിസ്കരിച്ചവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, റമദാൻ കടന്നു വരുമ്പോൾ സദഖ കൊടുക്കുന്നവരുണ്ട്, സകാത്ത് കൊടുക്കുന്നവരുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ ശഅബാനിലും ചെയ്തവരാണ്, അതാരും അറിഞ്ഞില്ല, അല്ലാഹ് മാത്രമേ അറിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ ജീവിക്കുമ്പോ അബദനല്ലാഹു സിർറൻ ഫിദ്ദാരി ദുനിയാ, ദുനിയാവിൽ ഞങ്ങൾ രഹസ്യമായി ഒരുപാട് നന്മകൾ ചെയ്തപ്പോ വഅദ്ഖൽ ജന്നത സിർറൻ ഫിദ്ദാരിൽ ആഖിറ, ഞങ്ങൾ അല്ലാഹു ഇവർക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പദവി തന്നെന്ന് നാളെ മലക്കുകളോട് പറയുമെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു ഒരുപാട് ആയുസ് നീട്ടി തന്നല്ലോ, ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം നൽകിയല്ലോ. പക്ഷേ നമ്മൾ മുതലാക്കുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, തൂബാ ലിമൻ തആല ഉംറുഹു വഹസന അമലുഹു. അല്ലാഹുവേ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹു ചിലർക്ക് ആശംസകൾ നേരുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മംഗളം നേരുകയാണ്. ആർക്കെന്നറിയുമോ? ആയുസ് കിട്ടിയവനാണ്. കൊടുത്തോ, ആ ആയുസിൽ ഒരുപാട് നന്മ ചെയ്തവന് മംഗളം നേരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാ. ഒട്ടനവധി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച മാസമാണ് റമദാൻ. അത് സാധാരണ മാസമല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പരിചയപ്പെടുത്തിയല്ലോ. അല്ലാഹുവേ, അൻസലല്ലാഹു സുഹഫ ഇബ്രാഹീമ അവ്വല ലൈലത്തിൻ മിൻ ശഹരി റമദാൻ. അല്ലാഹുവിന്റെ 4 ഗ്രന്ഥങ്ങളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, തൗറാത്തും ഇൻജീലും സബൂറും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഈ 4 കിതാബുകളാണല്ലോ. ആ 4 കിതാബുകളും ഇറങ്ങിയ മാസമേതാ? അത് പരിശുദ്ധമായ റമദാൻ മാസമാണ്. മാസത്തിലാണ് ഈ 4 ഗ്രന്ഥങ്ങൾ ഇറങ്ങിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് കൊടുത്തത് റമദാനിലെ 1-ാമത്തെ രാത്രിയിലാ. റമദാനിന്റെ
13-ാമത്തെ രാവിലാണ് പടച്ചവനെ സബൂർ എന്ന് പറയുന്ന കിതാബ്, ഇങ്ങനെ പടച്ചവനെ ഇഞ്ചീൽ എന്ന് പറയുന്ന കിതാബും റമദാനിന്റെ അവസാനത്തിലാ 18-ാമത്തെ രാവിലാണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത്. അവസാനത്തെ 10-ലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഈ 4 ഗ്രന്ഥങ്ങൾ ഇറക്കുന്നതിന് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത മാസത്തിലേക്കാ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ബദർ യുദ്ധമുണ്ടായ മാസം ഏതെന്നറിയുമോ? അത് പരിശുദ്ധമായ റമദാനാ. 313 സ്വഹാബത്ത് ഉരിപ്പിടിച്ച വാളുമായി ഒട്ടിയ വയറുമായി രണാങ്കണത്തിലേക്ക് ഈമാനും വിശ്വാസവുമായി പടച്ചവനെ കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകളെ വിളിച്ചിറക്കിയത് ഈ പറയുന്ന ഈ ബദർ യുദ്ധം നടന്ന മാസം പരിശുദ്ധമായ റമദാനാണ്. ഉഹദ മക്ക വിജയം റമദാൻ മാസത്തിലാണ് അല്ലാഹു കൊടുത്തത്. പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഉഹദ് യുദ്ധത്തിന് സൈന്യത്തെ ഒരുക്കിയത് റമദാനിലായിരുന്നു. ഹന്തക്ക് യുദ്ധത്തിന് സൈന്യത്തെ തയ്യാറാക്കിയത് റമദാനിലായിരുന്നു. സഖീഫ് ഗോത്രം ഒന്നടങ്കം മുസ്ലിമായത് റമദാനിലായിരുന്നു. ഹുനൈൻ യുദ്ധത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയത് റമദാനിലായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു കൊടുത്ത മാസമാണ് റമദാൻ. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ റമദാൻ മാസം കടന്നു വരുമ്പോ അല്ലാഹുവേ, അല്ലാഹു സ്വർഗ്ഗം മുഴുവനും അലങ്കരിക്കുകയാണ്. ഞാനും നിങ്ങളും തയ്യാറാകാതിരിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും അല്ലാഹുവേ തുറക്കുകയാ. സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും തുറക്കുകയാണ്. നരകത്തിന്റെ സർവ്വ കവാടങ്ങളും അടയ്ക്കുകയാണ്. സ്വർഗ കവാടങ്ങൾ തുറക്കുന്നു. സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും തുറന്നിടുകയാണ്. പടച്ചവനെ, നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും അടയ്ക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ശൈത്താന്മാരെ മുഴുവനും പിടിച്ച് ചങ്ങലക്കിടുന്ന മാസമാ വരുമ്പോഴാണ് സർവ്വ ഇബ്ലീസുകളെയും അല്ലാഹു പിടിച്ച് ചങ്ങലയിലിടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, റയ്യാൻ എന്ന് പറയുന്ന വാതിലുള്ളത് റമദാനിൽ നോമ്പ് പിടിക്കുന്നവന് കടന്നു പോകാനാ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവന് കടന്നു പോകുന്നതിന് വേണ്ടി പടച്ചവൻ റയ്യാൻ എന്ന് പറയുന്ന ഒരു വാതിൽ തന്നെ തുറന്നിടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ മാസത്തെ ആദരിച്ചവർക്ക് വേണ്ടി, ഈ മാസത്തെ ബഹുമാനിച്ചവർക്ക് വേണ്ടി, അല്ലാഹുവേ റമദാനിനെ അലങ്കരിക്കുന്നവർക്ക് വേണ്ടി പടച്ച റബ്ബ് സ്വർഗ്ഗം പോലും അവിടെ അലങ്കരിക്കുമെന്ന് മുത്തുനബി പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് കടന്നു പോകണോ? അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാകണോ? ഇനിയുള്ള ദിനങ്ങളിലെങ്കിലും നിന്റെ ഇബാദത്തുകൾ അധികരിപ്പിക്ക്. ഒരുപാട് നന്മകൾ ചെയ്യ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് സ്വർഗത്തിൽ പോകണം നബിയേ, എനിക്ക് സ്വർഗത്തിൽ പോകണം നബിയേ. എന്റെ കയ്യിൽ ഒരുപാട് നന്മകളില്ല നബിയേ, എനിക്ക് സമ്പത്തില്ല നബിയേ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ എനിക്ക് സമ്പത്തില്ല. ഞാൻ പാപപ്പെട്ടവനാണ്. ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ലാത്തവനാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുകയാ, എനിക്ക് പക്ഷേ സ്വർഗം വേണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനാ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാ. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, നിനക്ക് സ്വർഗം വേണോ? അക്സുറു സുജൂദ്, നീ സുജൂദുകളെ അധികരിപ്പിക്ക്, നിനക്ക് സ്വർഗം തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു പാവപ്പെട്ട സ്വഹാബി വന്നിട്ട് പറയാ, നബിയെ, എല്ലാവരും പൈസ കൊടുക്കുന്നുണ്ട്, സദക്ക കൊടുക്കുന്നുണ്ട്, എല്ലാവരും പലതും ചെയ്യുന്നുണ്ട്, എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല, ഞാനൊരു പാവപ്പെട്ടവനാ, ഈ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ വേറൊന്നുമില്ല, ഈ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ, എനിക്ക് സ്വർഗത്തിൽ പോകണം. പണക്കാർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, എല്ലാവരും പോവും. അപ്പൊ ഈ പാവപ്പെട്ടവൻ ചോദിച്ചു, എനിക്ക് സ്വർഗത്തിൽ പോകണം, എന്താ വഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ സുജൂദുകൾ അധികരിപ്പിക്കുക, ഒരുപാട് സുജൂദുകൾ നീ ചെയ്യ് എന്ന് പറഞ്ഞാൽ അമിതമായി നീ നിസ്കരിക്ക്, അമിതമായി നീ നിസ്കരിക്ക്, നിസ്കരിക്കുന്ന സമയത്ത് സുജൂദ് നീ ദീർഘിപ്പിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സുജൂദുകൾ അധികരിപ്പിക്കാൻ. എന്നിട്ട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് നിന്റെ സുജൂദിനെ നീ ദീർഘിപ്പിക്കണം. എത്ര നേരം കിടക്കാൻ പറ്റുമോ അത്രയും നേരം നീ കിടക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിൽ അധികം പേര് സുജൂദ് തന്നെ ചെയ്യാറില്ല. പിന്നെ ഇപ്പം എന്താ അല്ലേ? നമ്മളിൽ എത്ര പേരാ സുജൂദ് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന എത്ര മഹാന്മാരാ ഉള്ളത് ആലോചിക്ക്. ചെറിയ ഒരു നടുവേദന വന്നാൽ മതി, ചെറിയ എന്തെങ്കിലും, വേറൊന്നും വേണ്ട, ചെറിയ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ മതി, എനിക്ക് നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റൂല. എത്ര പേരുണ്ടപ്പാ ഈ സുജൂദ് ചെയ്യാതെ ഈ കസേരയിലൊക്കെ ഇരുന്ന് നിസ്കരിക്കുന്ന വാപ്പാടെ മുന്നിൽ ഒരു 2000-ന്റെ ഒരു 5-6 നോട്ട് ഇങ്ങനെ ഇട്ടിട്ടൊന്ന് കുനിഞ്ഞെടുക്കാൻ പറഞ്ഞു. പറ മനുഷ്യന്മാരെ, ഇത് പറ്റൂലേ? എടാ, ഈ സുജൂദ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ മുന്നിൽ ഒന്ന് പൈസ ഇട്ട് നോക്ക്. പറക്കുന്ന കാണാമോ? കുനിഞ്ഞടന്ന് പറക്കണാണ്. അപ്പൊ എങ്ങനെ കുനിയുന്നു? എടാ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമെന്നല്ലേ നിങ്ങൾ പറ? അങ്ങനല്ലേ പഠിച്ചിരിക്കണത്? ഈ ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ എവിടെ ഇരുന്ന് നിസ്കരിക്കണമെന്നാ? കസേരയിലല്ലേ? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ കസേരയിൽ ഇരുന്നെന്നാണ് നമ്മൾ കരുതിയിരിക്കണേ. അതൊന്നും പോലെ അത് എവിടെ നിന്നാ പഠിച്ചെന്ന് എനിക്കെന്നെ അറിയത്തില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, നിസ്കാരത്തിൽ പെട്ടത് സുജൂദ് അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്യണമല്ലോ. എന്തേ ചെയ്യാൻ മടി? എന്റെ പൊന്നാര ചങ്ങാതിമാരോട്, എന്റെ വാപ്പമാരോട് പറയുന്നു, പഠിച്ചവനെ, ഇവിടെ ചെറുപ്പക്കാർ വരെ ഇപ്പൊ കസേരയില. ഓരോ പള്ളിയിൽ കസേരകൾ തന്നെ ഉണ്ട്, നിരത്തിയിട്ടിട്ടുണ്ട് ഇങ്ങനെ. ചില പള്ളിക്കകത്ത് പോലും കസേര കയറ്റത്തില്ല, വേണമെങ്കിൽ പുറത്തു പോയി നോണം. പള്ളിക്കകത്ത്, അകമ്പള്ളിക്കകത്ത് കയറ്റത്തില്ല കസേര, മൊത്തം പുറം പള്ളിയിൽ ഒരു സൈഡ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ചില പള്ളികളിൽ. 1-ാമത്തെ സഫി വന്ന് കസേര ഇട്ടുകൊണ്ട് കയറി ഇരിക്കാൻ, നിസ്കരിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇരുന്നൊന്ന് നോക്ക് വാപ്പ. ചിലപ്പോ നിന്റെ കാല് കിബിലയുടെ നേരെ ഇരുന്ന് കുഴപ്പമില്ലല്ലോ, എന്നാലും അല്ലാടെ മുന്നിൽ ഇരിക്കല്ലേ. സുജൂദ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്ക്. കാരണം നമ്മുടെ നെറ്റിത്തടം സുജൂദിൽ വെക്കണം. അപ്പോഴല്ലേ നിസ്കാരമാകത്തുള്ളൂ. എനിക്ക് അടുത്തെവിടെ ഒരു വയലിന് പോയപ്പോ ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് ഉസ്താദിനോട് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോനെ, ഒന്ന് സുജൂദ് ചെയ്യാൻ എനിക്ക് അല്ലാഹുടെ മുന്നിൽ ദുആ ചെയ്യും. അള്ളാഹു ഉമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ പലർക്കും സുജൂദ് ചെയ്യാൻ വല്ലാത്ത മടിയ, നിസ്സാര കാര്യങ്ങൾ. ഞാൻ ഈ പറ്റാത്തവർക്ക് നറൂറത്തിന്റെ ഘട്ടത്തിൽ ചെയ്യണ്ട എന്നല്ലേ, ചെയ്യാൻ കഴിയാത്തവനെ കുറിച്ചല്ല. നിസ്സാര എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് സുജൂദ് ചെയ്യാൻ മടിക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സുജൂദ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? ഒരാൾ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് വെറുതെയല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രഭാഷണം കേൾക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സുജൂദ് ഭൂമിയിൽ തന്നെ ചെയ്യണേ. അതിലൊരിക്കലും നിങ്ങൾ അലംഭാവം കാണിക്കരുത്. ചിലപ്പോൾ നിങ്ങൾ സുഖമില്ലാതെ ഇരിക്കുന്നത് കാരണം, ചിലപ്പോൾ സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ കഴിയണമെന്നില്ല. എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇരുന്ന് സുജൂദ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഭൂമിയിൽ തന്നെ സുജൂദ് ചെയ്യ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സുജൂദിന്റെ അടയാളം മുഖത്ത് പ്രതിഫലിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമല്ലോ,
എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയാണ്. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങൾ മാത്രമല്ല, അതാ മരങ്ങൾ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അലം തറ അന്നല്ലാഹു യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂം വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്. മനുഷ്യൻ മാത്രമല്ല, ആകാശങ്ങളിലുള്ള, ആകാശത്തിലും ഭൂമിയിലുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജന്തുക്കളും മനുഷ്യരും എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹാ വദിലാലുഹും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. ഇന്നല്ലദീന ഇൻദ റബ്ബിഹിം ലാ യസ്തക്ബിറൂന അൻ ഇബാദതി വയുസബ്ബിഹൂന വലഹു യസ്ജുദൂൻ. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്തെന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, സുജൂദിന്റെ അടയാളം മുഖത്ത് പ്രതിഫലിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സുജൂദ് ചെയ്താ കിട്ടുന്ന പ്രതിഫലമാണ് പറയുന്നത്, സുജൂദ് ചെയ്യുന്നതിന്റെ മഹത്വമാണ് പറയുന്നത്. അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വരിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്. സുജൂദ് ചെയ്തതിന്റെ അടയാളം അവന്റെ മുഖത്ത് കാണാ. നിസ്കാരത്തഴമ്പല്ല, അവന്റെ മുഖത്തൊരു പ്രകാശം കാണാ, അവന്റെ മുഖത്തൊരു ചൈതന്യം കാണാ, അവന്റെ മുഖത്തൊരു ഈമാനിന്റെ പ്രഭ കാണാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അതാ സുജൂദിന്റെ ഫലമായി അവരുടെ മുഖങ്ങളിൽ അടയാളങ്ങൾ കൊണ്ടുള്ള ചില കാര്യങ്ങൾ കാണുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരാള് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് ചില അടയാളങ്ങൾ കാണാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നിങ്ങൾ തപ്പി നോക്കൂ, ഉസ്താദ് നിസ്കാരത്തഴമ്പില്ലല്ലോ, നിസ്കാരത്തഴമ്പില്ലല്ലോ. നിസ്കാരത്തഴമ്പൊന്നും വേണ്ട സഹോദര. ഒരാളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അവൻ്റെ മുഖത്ത് ഈമാനിൻ്റെ പ്രകാശം ഉണ്ടോ ഇല്ലയോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും, പിന്നെയും നോക്കാറില്ലേ. ഇതപ്പോൾ ചില ഉസ്താദന്മാരൊക്കെ വരുമ്പോൾ, ചില ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ നോക്കിയപ്പോൾ ഇതെന്ത് ഈ മനുഷ്യൻ ഏതപ്പാ, ഒരു വല്ലാത്ത ഒരു പ്രകാശം അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ എന്തിനാപ്പാ? നിങ്ങൾ സുബഹി നിസ്കരിക്കുന്നവർ കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്ക്. നിങ്ങൾ സുബഹി ഒരു ദിവസം 5 വഖത്ത് നിസ്കരിച്ച മനുഷ്യൻ കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കിക്കേ. നമുക്ക് തന്നെ തോന്നും നമുക്ക് ഗ്ലാമർ വെച്ചത്. നമുക്ക് തന്നെ തോന്നും എന്തപ്പോ ഒരു ഗ്ലാമർ. കാണുന്നവനൊക്കെ ചോദിക്കും എന്തപ്പോ എന്നൊരു മുഖത്തിരി സന്തോഷമൊക്കെ, എന്താ വലിയ ഹാപ്പിയിലാണല്ലോ. ഒന്നുമില്ല, അത് 5 നേരം നിസ്കരിച്ചത് കൊണ്ടാ, സുബഹി കിട്ടിയത് കൊണ്ടാ. ആ ഈമാനിന്റെ പ്രകാശം ആ മുഖത്ത്. അള്ളാഹു മരിക്കുമ്പോൾ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ വിചാരിക്കും ഫെറോല് വിചാരിച്ചത് കൊണ്ടാണ്. നല്ല ഗ്ലാമർ മല്ലോ, അതൊന്നുമല്ല. നിസ്കരിക്കുന്നവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു ചൈതന്യം കാണാം. എന്നാൽ നിസ്കരിക്കാത്ത ദിവസം പോയി നോക്കിക്കേ, എന്താടാ മുഖത്ത് ഉറക്കമൊന്നുമില്ല, എനിക്ക് ക്ഷീണിച്ചു പോയോടാ, ടെൻഷനാണ്, ചോദിക്കുക ഒന്നുമില്ല.
എന്തുകൊണ്ട് ആ പ്രകാശം നഷ്ടപ്പെട്ടു പോകും? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, സുജൂദിന്റെ അടയാളം നിന്റെ മുഖത്ത് കാണാം. അത് ചിലപ്പോൾ പ്രകാശമായിട്ടായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കാം, ചിലപ്പോൾ ഒരു പുഞ്ചിരിയിലായിരിക്കാം, അല്ലെങ്കിൽ നിസ്കാര തഴമ്പിന്റെ രീതിയിലായിരിക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു തആല അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഉമ്മത്തി യൗമൽ ഖിയാമത്തി ഗുർറം മിനസ് സുജൂദിൽ മുഹജ്ജലൂന മിൻ വുളൂഇ ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, എന്റെ സമുദായം സുജൂദിനാൽ, നെറ്റിയിൽ വുളൂഇനാൽ, കൈകാലുകളിൽ പ്രകാശിക്കുന്നവരായി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആദം നബി മുതൽ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ മുഴുവനും നാളെ പരലോകത്ത് നിൽക്കുമ്പോ മുത്തുനബിയുടെ സമുദായത്തെ തിരിച്ചറിയാനുള്ള ഐഡിങ്കേതാ, തിരിച്ചറിയാനുള്ള അടയാളം എന്തെന്നറിയുമോ? പ്രകാശമാ, പ്രകാശിക്കുകയാ. എന്തേ പ്രകാശിക്കുന്നതെന്നറിയുമോ? പടച്ചവനെ, സുജൂദിന്റെ അവയവങ്ങൾ പ്രകാശിക്കുകയാ. നാളെ പരലോകത്ത് തിരിച്ചറിയാനുള്ള അടയാളമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ചില മനുഷ്യന്റെ ശരീരത്തിൽ ചില കാര്യങ്ങൾ നാളെ പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എല്ലാരെയും തിരിച്ചറിയണ്ടേ? എത്ര ആളുണ്ടാകും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ആദം നബി മുതൽ റസൂലുള്ളാഹി തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരുടെ സമുദായം മുഴുവൻ ഇങ്ങനെ നിൽക്കുമ്പോ തിരിച്ചറിയണ്ടേ? അതിനുള്ള അടയാളം, എന്റെ ഉമ്മത്തിന് തിരിച്ചറിയാൻ കഴിയുന്ന അടയാളം, സുജൂദിന്റെ അവയവങ്ങൾ പ്രകാശിക്കും, ഉളുവെടുത്ത അവയവങ്ങൾ പ്രകാശിക്കും. അങ്ങനെ തിരിച്ചറിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് അങ്ങനെ പ്രകാശിപ്പിക്കുന്ന രീതിയിൽ ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പ്രകാശിക്കും. എന്താന്ന് പറയാവോ? വുളൂവിന്റെ അവയവങ്ങൾ പ്രകാശിക്കും, സുജൂദിന്റെ അവയവങ്ങൾ പ്രകാശിക്കും. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. ഒരു കാര്യം കൂടെ പ്രകാശിക്കും. എന്താണെന്നറിയോ? പറ. എല്ലാത്തിനും ഓർമ്മക്കുറവാ. ഓർമ്മക്കുറവിന് എന്തോ ഒരു ലേഖ്യം ഉണ്ടല്ലോ തിന്നാൻ. എന്താപ്പ? ചൗക്കണ്ണം പോയി, ചൗക്കണ്ണനെ അറിയത്തില്ലേ? ഒരു ലേഖയില്ലേപ്പ? ഓർമ്മശക്തിക്ക് ഒരു ലേഖയില്ലേ? എന്തോ ഒരു ബ്രഹ്മി. അത് മേടിച്ച് കഴിച്ചാൽ മതി, നല്ല ഓർമ്മ വരും. അള്ളാഹു നമുക്ക് ഓർമ്മ നൽകുമാ. എന്നാ നല്ല ബ്രഹ്മിയൊന്നും തിന്നണ്ട കേട്ടോ അങ്ങള്. ശരി, അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരച്ച മുടി പ്രകാശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരച്ച മുടി പ്രകാശിക്കും. എങ്ങനെ പ്രകാശിക്കും? പറിച്ചു കളഞ്ഞില്ലെങ്കിൽ. നരച്ച മുടി പറിച്ചു കളയാനുള്ളതല്ല, ഇങ്ങനെ കൊണ്ട് നടക്കണം. ഇങ്ങനെ താടിയിൽ ഒരെണ്ണം വെളുത്താൻ ഇങ്ങനെ കൊണ്ട് നടക്കണം. അൽഹംദുലില്ലാ, സമയമായി കേട്ടാ, മരണിക്കാൻ സമയമായി. ഇങ്ങനെ പിടിച്ചു നോക്കണം. മരിക്കാൻ സമയമായല്ലോ, എൻ്റെ മരണം അടുത്തല്ലോ, അടയാളം കണ്ടല്ലോ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി കൊണ്ട് നടക്കണം. അങ്ങനെ കൊണ്ട് നടന്നാൽ പരലോകത്ത് വരുമ്പോൾ അത് പ്രകാശിക്കും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എനിക്കാണെങ്കിൽ ഇങ്ങനെ വല്ലതും പിടിച്ചിട്ട് നോക്കണം ഒരെണ്ണമെങ്കിലും ഉണ്ടോന്ന്. ചിലര് വെളുത്തതിൻ്റെ ഇടയിൽ കറുത്തത് നോക്കണേ ഇരിക്കണത്. പലരുടെയും താടിയും തലയും മുഴുവനും നരച്ചുപോയി. ഇങ്ങോട്ട് നോക്കണില്ല. സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ താടി വെക്കാൻ സമയമായിട്ടാ. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഷാജിക്ക ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഉസ്താദെ, ഞാൻ പറയണില്ല, അല്ലാഹു തരുമാറാകട്ടെ. ഇവിടെ പള്ളിയിൽ പൈസ തരുന്നവർക്കൊക്കെ ഒരു ഗ്രൂപ്പുണ്ട്. ഈ പൈസയൊക്കെ തരുന്നവരെല്ലാരും കൂടെ ഒരു ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ, ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് ആയിപ്പോയി, അറിയാതെ എങ്ങനെ ലെഫ്റ്റ് ആയിപ്പോയി, അതുകൊണ്ട് ആ തങ്ങളോടൊന്ന് സേവ് ചെയ്യാൻ പറയണേ. ആ തങ്ങളോടൊന്ന് അപ്പൊ ഞാൻ ആലോചിച്ച്, ഏത് തങ്ങള്? അല്ല, ഉസ്താദിന്റെ അടുത്ത് ആ കറുത്ത് തൊപ്പിയിട്ടിരിക്കണ ആ തങ്ങളോടൊന്ന് ദുആ ചെയ്യാൻ പറയണ പറഞ്ഞു. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. എങ്കിലും അതല്ലേ ഇപ്പൊ ഒരു നല്ല ഇതല്ലേ? അൽഹംദുലില്ലാ. അതാ ഞാൻ പറയുന്നത്, ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നാം.
ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ അൽഹംദുലില്ലാ, എന്നാലും അൽഹംദുലില്ലാ, എന്നാലും എല്ലാ വഴുതിനും ഇതുപോലെ വന്നിരിക്കുന്നില്ല. ഒരു പ്രസിഡന്റിനെ നമുക്ക് കിട്ടിയില്ലേ, ജാട കാണിച്ച് വീട്ടിൽ പോയിരിക്കാതെ. ഇപ്പൊ കമ്മിറ്റി ഉള്ളവരെല്ലാവരും ഇന്നുവരെ ഞാൻ പോലും കണ്ടിട്ടില്ല. അപ്പൊ അൽഹംദുലില്ലാ എല്ലാ ക്ലാസ്സിലും ഞാനിങ്ങനെ ഇന്നും ചിന്തിച്ച് ഇതൊക്കെ എങ്ങനെ എഴുതി വെക്കണമെന്ന്. ഈ ലൈവിലൂടെ വരുന്ന ഓരോ ആൾക്കാരുടെ എന്തു പാടാന്നറിയോ. നമ്മളൊക്കെ ഒരു ഫാമിലി ഗ്രൂപ്പ് തന്നെ വാട്സപ്പിൽ വെച്ചിട്ട് അവസാനം എറിഞ്ഞു പൊട്ടിക്കായി. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ അൽഹംദുലില്ലാ വലിയ നമ്മുടെ ഖജാൻജിയെക്കാരും വലിയ ജോലി ചെയ്യാൻ തോന്നി. ഇതൊക്കെ ഒന്ന് എഴുതി കൂട്ടി ഓരോ ദിവസവും വരുന്നവരുടെ എന്ത് ഫോൺ കോളാന്നറിയോ. ഞാനൊക്കെ എഴുതി ചിരിക്കാറുണ്ട്, എങ്ങനെ ഈ ചങ്ങാതി സഹിക്കുന്നുണ്ട് എന്നും. എന്നിട്ട് നമ്മളെ കൊണ്ടൊരു ഒരു ഫോൺ എന്ന് പറഞ്ഞ് കൊണ്ടുതരിക. എൻ്റെ പ്രിയപ്പെട്ട വലിയ ബുദ്ധിമുട്ടാണ്. അൽഹംദുലില്ലാ വലിയ ത്യാഗമാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അതിനൊരു മനസ്സുണ്ടാകണമല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ എന്തായാലും ഷാജിക്കാക്ക് അല്ലാഹു നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന ഒരു മരണം, അതാണല്ലോ. തങ്ങന്മാരൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും അവരുടെ കൂടെ സ്വർഗത്തിലെങ്കിലും പോകാനല്ലേ ഇതൊക്കെ ചെയ്യണത്. ഇൻഷാ അല്ലാഹ് എഴുതിക്കോ, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നരച്ച മുടി ഇതിങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കണം. മൂസാ നബിക്കാണെന്ന് തോന്നി, ഇബ്രാഹിം നബിക്കോ മൂസാ നബിക്കോ ആണ് ആദ്യമായിട്ട് മുടി നരച്ചത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചു അത്ര, അല്ലാഹ് എന്താ? അല്ലാഹു അത് വക്കാറ, ഇത് നല്ല അഭിമാനമാണ്, ഗാംഭീര്യമാണ്. അപ്പൊ അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ സിദ്നി വക്കാറ, ഇത് കൂട്ടിത്തരണേന്നാ ദുആ ചെയ്തേ. അല്ലാഹ് എല്ലാം നരപ്പിച്ചു തരണേന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നാളെ പരലോകത്ത് കടന്നു വരുമ്പോൾ ഈ സുജൂദ് ചെയ്ത അവയവങ്ങൾ പ്രകാശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ സുജൂദ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതുകൊണ്ടാണ് ഈ പ്രായമുള്ളവരോട് പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ തന്നെ ചെയ്യ്. നിങ്ങൾ സുജൂദ് കഴിവിന്റെ പരമാവധി നിങ്ങളൊന്ന് പരിശ്രമിക്ക്. അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നിങ്ങൾ ബാക്കിയുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. അല്ലാതെ നിസ്സാര ഒരു വേദനയുടെ പേരിൽ സുജൂദ് ചെയ്യാനും മടിക്കുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, സുജൂദിലൂടെ കിട്ടുന്ന രണ്ടാമത്തെ നേട്ടം എന്തെന്നറിയുമോ? അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ കഴിയുന്ന സമയം സുജൂദാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റുന്ന സമയം എപ്പോഴെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തറിബ്. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് സുജൂദ് ചെയ്യുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞത്, നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യണേ. നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യണേ. നീ സുജൂദ് ചെയ്യുകയും സാമീപ്യം നേടുകയും ചെയ്യുക എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നീ സുജൂദ് ചെയ്യുകയും അല്ലാഹുവിന്റെ സാമീപ്യം നേടുകയും ചെയ്യുക എന്ന് ഖുർആൻ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. ഉസ്താദേ, ഞാൻ ദുആ ചെയ്തിട്ട് അല്ലാഹ് സ്വീകരിക്കുന്നില്ല, എൻ്റെ രോഗം മാറുന്നില്ല, എൻ്റെ പ്രയാസം മാറുന്നില്ല, എൻ്റെ കടം മാറുന്നില്ല, എൻ്റെ ജോലി ശരിയാകുന്നില്ല, എനിക്ക് മക്കളെ കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. അടിമ തന്റെ രക്ഷിതാവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏറ്റവും കൂടുതൽ അല്ലാഹുവിൽ അടുക്കുന്നത് സുജൂദിൽ കിടക്കുമ്പോഴാ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനയെ അപ്പോൾ അധികരിപ്പിക്കാൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പണ്ടൊക്കെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോ പടച്ചവനെ ഉസ്താദിന്റെ അടുക്കലല്ല പോയിരുന്നത്, നാട്ടുകാരുടെ മുന്നിലായിരുന്നില്ല പോയിരുന്നത്. പണ്ടൊക്കെ കാരണവന്മാര്, നമ്മുടെ വാപ്പമാര് അവരുടെ ജീവിതത്തിൽ
ജീവിതത്തിലെ പ്രയാസം കടന്നു വന്ന, ദുഃഖങ്ങൾ കടന്നു വന്ന, രോഗങ്ങളും ദുരിതങ്ങളും കടന്നു വന്ന, പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പരിഹാരം കാണുമായിരുന്നു. അവർ അല്ലാഹുവിനോട് പറയുമായിരുന്നു, അവരുടെ പരാതികൾ പറയുമായിരുന്നു, അവരുടെ പ്രയാസങ്ങൾ പറയുമായിരുന്നു. പറഞ്ഞാൽ പരിഹരിക്കാൻ പവറുള്ളത് പടച്ച റബ്ബിനല്ലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് പറയുമായിരുന്നു, അല്ലാഹുവിനോട് സംസാരിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടും പ്രയാസവും ദുരിതവും വേദനയും കടവും ദാരിദ്ര്യവും സർവ്വതും മാറണോ? സുജൂദിൽ കിടക്ക്. എന്നിട്ട് റബ്ബിനോട് പറ, അല്ലാ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ, എന്റെ കടം മാറ്റണേ അല്ലാ, എന്റെ രോഗം മാറ്റണേ അല്ലാ, എന്റെ പ്രയാസം മാറ്റണേ അല്ലാ, എന്റെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യ്. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവനോട് സംസാരിക്കാൻ പറ്റുന്ന സമയമാ. അതുകൊണ്ടല്ലേ മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് പടച്ചവനോട് പറയുകയാ, അല്ലാഹുവിനോട് സംസാരിക്കുകയാ. എപ്പോഴും നിസ്കരിക്കുമ്പോ വലിയ വലിയ സൂറത്ത് ഓതുന്ന ഞാൻ ഇന്ന് ചെറുതാണ് ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല തമ്പുരാനെ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല തമ്പുരാനെ, കൊതിയില്ലാഞ്ഞിട്ടല്ല തമ്പുരാനെ. നീണ്ടുപോയാൽ ഇവര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. എന്തിനാ അല്ലാ ഞാൻ പേടിക്കുന്നത്? ഞാൻ പേടിക്കുന്നത്? ആരോടാ പറയുന്നത്? അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്. മുത്തുനബി മിഅ്റാജിൽ പോയി അല്ലാഹുവിന്റെ സന്നിധാനത്തില്. നമ്മളെന്തിനാ സഹോദരാ നിസ്കരിക്കണ? കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നല്ലോ, സുജൂദിൽ കിടക്ക്. റബ്ബ് നിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്. പടച്ച റബ്ബിനോട് പറ. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാ, അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന, പടച്ചവനിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ. സുജൂദ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുന്നത്. അതുകൊണ്ട് സുജൂദ് ചെയ്യാൻ പ്രയാസപ്പെടുന്നവരോട് നീയൊന്ന് സുജൂദിൽ കിടക്ക്. വീട്ടിലാകട്ടെ, പള്ളിയിലാകട്ടെ, എവിടെയാണെങ്കിലും നിനക്ക് പറ്റുന്നത് പോലെ ഒന്ന് സുജൂദിൽ വീട്. എന്നിട്ട് പടച്ചവനോട് പറയണമല്ലാ, ഇതുപോലെ മരിക്കുന്നത് വരെ നിന്റെ മുന്നിൽ തലകുനിക്കാൻ ആഗ്രഹമുണ്ട് റബ്ബേ, അവസരം തരണേ അല്ലാ. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാ, ഫാക്സിറു ദുആ, നിങ്ങൾ സുജൂദിൽ ദുആ അധികരിപ്പിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എപ്പോൾ ദുആ അധികരിപ്പിക്കണം? സുജൂദി കിടന്നിട്ട് ഇന്ന് വരെ ദുആ ചെയ്തിട്ടുണ്ടോ? നടുവേദന എടുക്കും, തലവേദന എടുക്കും. ഈ വേദന മാറാനുള്ള വഴി തന്നെയാ സുജൂദിൽ കിടന്നിട്ട് നീ അല്ലാഹുവിനോട് പറ. കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന എല്ലാവരോടും പറയുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് സുജൂദിൽ വീഴണം. എന്നിട്ട് അല്ലാഹുവിനോട് പറ, പടച്ചവനെ ഇതെനിക്ക് ഇതുപോലെ ചെയ്യാനുള്ള ആരോഗ്യം താ, ഭാഗ്യം താ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പറയുന്നു, ഇബാദത്ത് സുജൂദിന് വലിയ പ്രാധാന്യം, സുജൂദിന് വല്ലാത്ത പ്രാധാന്യമാ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, സുജൂദ് ചെയ്യാൻ പറയുന്നത് വെറുതെയല്ല. നിങ്ങൾ എന്തെങ്കിലും കസേരയെടുത്ത് വെച്ചിട്ട് ആംഗ്യം കാണിക്കുന്നത് പോലെയല്ല. നിങ്ങൾ ഭൂമിയിൽ സുജൂദ് ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാപം പൊറുക്കാനുള്ള വഴി, പാപം പൊറുക്കാനുള്ള വഴി മുത്തുനബിയല്ലേ പറഞ്ഞത്. ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോ അവൻ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിലേക്ക് കടന്നു വരികയാണ്, അവന്റെ തലയുടെ മുകളിൽ വന്ന് കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഒരടിമ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ അവന്റെ പാപങ്ങൾ മുഴുവനും കൊണ്ടുവരികപ്പെടുകയാണ്. ഒരാൾ നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ മുന്നിലേക്ക് നിയ്യത്ത് ചെയ്തിട്ട് കൈകെട്ടാൻ നിൽക്കുമ്പോ അവന്റെ പാപങ്ങൾ മുഴുവനും മലക്കുകൾ കൊണ്ടുവരികയാ, അവന്റെ പാപങ്ങൾ മുഴുവനും മലക്കുകൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് റബ്ബേ അവന്റെ മുതുകിലും പിരടിയിലും വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ എന്റെ പാപങ്ങൾ മലക്കുകൾ കൊണ്ടുവരികയാണ്. എന്റെ മുതുകിൽ വെക്കുന്നു, എന്റെ പിരടിയിൽ വെക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവൻ റുകൂഇലും സുജൂദിലുമായിരിക്കെ അവന്റെ പാപങ്ങൾ അവനിൽ നിന്ന് പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടി തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ കൊണ്ടുവന്നിട്ട് എവിടെ വെക്കും? ഈ പെരടിയിൽ വെക്കും, ഈ പുറത്തു വെക്കും, മുതുകില്. എന്നിട്ട് നമ്മൾ റുകൂഉം സുജൂദും ചെയ്യുമ്പോ അതിങ്ങനെ പൊഴിഞ്ഞു വീഴൂലേ? അതല്ലേ ഇവിടെ വെക്കണേ? അതുകൊണ്ടല്ലേ ഇവിടെ കൊണ്ടുവെക്കുന്നത്. നമ്മുടെയൊക്കെ റുകൂഉം സുജൂദും ഒന്നും പറയാതിരിക്കല കാര്യം നല്ലത്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. പണ്ടൊക്കെ ഉസ്താദ് വടിയും കൊണ്ടുവന്ന് പുറകെ നിൽക്കും, റുക്കൂ ചെയ്യടാ, അങ്ങോട്ട് നട്ടലിന് ഇടിയാ, താഴെ അങ്ങോട്ട് നേരെ. എങ്ങനെ പടച്ചോനെ എങ്ങനെ കോഴികുത്തുന്ന പോലെ ഒരാൾക്കാർ റുക്കൂ ചെയ്യുന്ന കാണാൻ എങ്ങനെ സങ്കടം തരും. കുനിയാൻ തന്നെ വയ്യ, കഷ്ടം. സുജൂദ് പിന്നെ വേറെ, റുക്കൂ തന്നെ ചെയ്യാൻ വയ്യ പലർക്കും. അല്ലാഹു അലം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ മലക്കുകൾ കൊണ്ടുവന്ന് പിരടിയിലും ഈ മുതുകിലും വെക്കും. സുജൂദിൽ കിടക്കുമ്പോൾ അതിങ്ങനെ പൊഴിഞ്ഞു വീഴും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസ് പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരുപാട് ഹദീസുകൾ അൻ മുആദ് ബിൻ അബീ ത്വൽഹത റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന 4 നിന്റെ പദവി അങ്ങോട്ട് ഉയരുകയാ. ഒരാൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോൾ സുജൂദ് ചെയ്യുന്നതിലൂടെ അല്ലാഹുവിന്റെ മുന്നിൽ നിന്റെ സ്ഥാനങ്ങൾ ഇങ്ങനെ സ്ഥാനക്കയറ്റം ഇല്ലേപ്പാ. ആദ്യം എന്റെ മെമ്പർ എന്തേപ്പാ, ആദ്യം മെമ്പർ അങ്ങനെയല്ലേ, അത് കഴിഞ്ഞ് അടുത്തത് ഇങ്ങനെ കേറി 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 പോണത് പോലെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ പദവികൾ ഉയരും, നമ്മുടെ സ്ഥാനങ്ങൾ ഉയരും. എന്ത് ചെയ്തപ്പോ? സുജൂദി കിടന്നപ്പോ, സുജൂദ് ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ സ്ഥാനക്കയറ്റം ഉണ്ടാവുക. പൈസ കൊടുത്തിട്ടല്ലപ്പോ അള്ളാഹുടെ മുന്നിൽ സുജൂദ് ചെയ്തിട്ട് സ്ഥാനം വാങ്ങണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുജൂദിലൂടെ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം, സുജൂദ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുകയാ, നിനക്ക് സ്വർഗ്ഗപ്രവേശനം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞു കൊടുത്തത്. നീ സുജൂദുകൾ അധികരിപ്പിച്ച് ചെയ്യ്, നീ സുജൂദുകൾ അധികരിപ്പിച്ച് ചെയ്യ്, അതിലൂടെ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം ലഭിക്കുമെന്ന് മുത്തുനബി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദിന്റെ മഹത്വമാണ് പറയുന്നത്, സുജൂദിന്റെ മഹത്വമാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് ഇന്നു മുതൽ കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന ആരോഗ്യമുള്ളവർ ഒന്ന് പരിശ്രമിക്കാൻ വേണ്ടിയാണ്. ഈ റമദാനിലെങ്കിലും നിങ്ങൾക്കൊന്ന് സുജൂദ് ചെയ്യണ്ടേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് 6ാമത്തെ പ്രതിഫലം പറയുകയാ. ഹദ്ദസനി റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ഖാല കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതൈതു ബിവുദൂഇ വഹാജതി ഫഖാല ലീ സൽ ഫഖുൽതു അസ്അലുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ, സുജൂദ് ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാ. അല്ലാഹു ഭാഗ്യം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ പറയുകയാ, ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ, ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഒരിക്കൽ രാത്രി നബിയുടെ കൂടെ കഴിച്ചു കൂട്ടുകയായിരുന്നു. അപ്പോഴാണ് പ്രവാചകൻ ഉളുവെടുക്കുന്നതിന് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലേക്ക് വെള്ളം കൊണ്ട് കൊടുത്തപ്പോ റസൂലുള്ളാഹി ചോദിക്കുകയാ, നിനക്കെന്തെങ്കിലും വേണോ റബീയ, നിനക്കെന്തെങ്കിലും വേണോ? റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി പറയുകയാണ്, പാതിരാത്രി മുത്തുനബിയുടെ വീടിന്റെ വെളിയിൽ തണുപ്പ് സഹിച്ചുകൊണ്ട് നിൽക്കുന്ന സ്വഹാബി മുത്തുനബി എഴുന്നേറ്റ് വരികയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി വന്നപ്പോ ഈ വെള്ളവുമായി സ്വഹാബി രാത്രി പോയിട്ട് മുത്തുനബിയുടെ മുന്നിൽ നിൽക്കുകയാ. പടച്ചവനെ, തണുപ്പ് സഹിക്കാൻ കഴിയാത്ത പ്രവാചകന് ഒളിവെടുക്കാൻ ചൂടുവെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ്. ചൂടുവെള്ളവുമായി ഈ തണുപ്പത്തി പാതിരാത്രി ഞാൻ എഴുന്നേക്കുന്നത് കാത്തിരുന്ന റബിയ, എന്ത് സ്നേഹമാ അല്ലാഹ്, ഈ ചെറുപ്പക്കാരൻ എന്നോട് എന്ത് സ്നേഹമാണ്, ഇവൻ എന്താണ് പകരം കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, അസ്അലുക മുറാഫഖത ഫിൽ ജന്നാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് എന്തു വേണം ചോദിക്ക്, എന്തു ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം. അല്ലാഹുവിന്റെ പ്രവാചകനോ പാതിരാത്രി വീട്ടിൽ ഉളുവെടുക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കുന്ന ചെറുപ്പക്കാരനോട് റസൂലുള്ളാഹി ചോദിക്കുന്നു, എന്തു വേണം ചോദിക്ക്, ഞാൻ തരാ. ആ ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ. സ്വർഗ്ഗത്തിലും ഇതുപോലെ നടക്കണം നബിയേ. രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. ഭയങ്കര തണുപ്പ്. ചിന്തിച്ചു, ഇത്തിരി ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഉളുവെടുക്കാൻ. അപ്പോഴാ ഒരു സഹാബി വെള്ളം കൊണ്ടു കൊടുക്കണേ. ചൂടുവെള്ളവും തയ്യാറാക്കി വീടിന്റെ പുറത്ത് തണുപ്പത്ത് കാത്തു നിൽക്കാൻ മുത്തുനബിക്ക് വെള്ളം കൊടുക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ ചിന്തിച്ച്, ഈ ചങ്ങാതിക്ക് എന്തൊരു സ്നേഹമായി എന്നോട്. മോനെ, എന്തു വേണോടാ ചോദ്യം, എന്തു വേണം നീ ചോദ്യം തരാം. ഒരൊറ്റ ചോദ്യം, ഒറ്റ മറുപടി, എനിക്ക് സ്വർഗത്തിലും ഇതുപോലെ നിൽക്കണം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ നബി എനിക്ക് ഇങ്ങനെ കൂടെ നടക്കണം. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാൻ. കാരണം വല്ലാത്ത ചോദ്യമായി പോയി, പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം. അവിടെ നിന്ന് ചോദിച്ചു, വേറെ വേറെ എന്തെങ്കിലും വേണോ? അല്ല പണവോ അധികാരോ വീടോ ഒന്നും വേണ്ട നബി, ഒന്നും വേണ്ട. അവിടെ നിന്ന് പറഞ്ഞു, ഖുൽതു ഹുവ ദാലിക, എനിക്കിത് എന്നെ മതി, വേറെ ഒന്നും വേണ്ട. സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ കൂടണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅനി അലാ നഫ്സിക ബികസറത്തി സുജൂദ്. സുജൂദ് അധികമായിട്ട് ചെയ്, നിനക്ക് നാളെ എൻ്റെ കൂടെ കൂടാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, സുജൂദുകൾ നീ അധികമായി ചെയ്തോ, നാളെ ഞാൻ കൊണ്ടുപോയിക്കോളാം നിന്നെ. നീ സുജൂദ് അധികമായി ചെയ്താൽ നാളെ എൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7ാമത്തെ കാര്യം നിർത്തുകയാണ്. എന്നെങ്കിൽ നേരത്തെ നിർത്തണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒരുപാട് പേർക്ക് ദുആ ചെയ്യാനുണ്ട്. എന്നും ട്രെയിൻ ഓടുക, എന്നും ട്രെയിൻ ഓടുക. സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് പരിപാടി, മെലഞ്ഞാന്ന് ചെറുവത്തൂര്, ഇന്നലെ വാപ്പാട് ആണ്ടായിരുന്നു, അതിന് പോലും പോയില്ല. വീട്ടിലാണെങ്കിൽ നല്ല ബദ്രീത്ത് എല്ലാവരും കൂടിയിട്ടുണ്ട്, ഞാൻ മാത്രം പോയില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും ഫോൺ തന്നെ എടുക്കണില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിപാടി കഴിഞ്ഞ് ഇന്ന് രാവിലെ വന്നു. ആ ട്രെയിൻ ഇപ്പോൾ തിരിച്ചു വരും, അതിൽ തന്നെ തിരിച്ച് കാസർഗോഡ് പോകാനുള്ളതാണ്. അതേ ട്രെയിനിൽ തന്നെ തിരിച്ചങ്ങോട്ട്. നേരെ നാളെ കാഞ്ഞങ്ങാട്, വീണ്ടും നേരെ തിരുവനന്തപുരം. എനിക്കെല്ലാം പ്രാന്താണെന്ന് ചിന്തിക്കും. നേരെ തിരുവനന്തപുരത്ത് വരും, വീണ്ടും തിരിച്ച് കാസർഗോഡ്. ഇൻഷാ അല്ലാഹ് റമദാൻ 1 ഇവിടെ കൂടണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് റമദാൻ 1 നമുക്കിവിടെ കൂടണം. അൽഹംദുലില്ലാഹ്. ചൊവ്വാഴ്ചയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ലത്. വൈകിട്ട് ഇതുപോലെ കൂടി ആ 1ാമത്തെ രാവുണ്ടല്ലോ, റമദാനിന്റെ 1ാമത്തെ രാത്രി, അതിന്റെ പ്രതിഫലം കൂടെ പറഞ്ഞ് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹത്താ ഇദാ ഫറഗല്ലാഹു മിനൽ ഖളാഇ ബൈനൽ ഇബാദി വഅറാദ അൻ യുഖ്റജ ബിറഹ്മതിഹി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുജൂദ് ചെയ്ത അവയവങ്ങളെ നരകം തൊടുക പോലുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത അവയവങ്ങൾ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത അവയവങ്ങൾ ഏതൊക്കെയാ? അവയവം സുജൂദിന്റെ ഏതൊക്കെയാ? നെറ്റി, 2 കൈ,
രണ്ട് മുട്ട്, കാല്, കാലിന്റെ വിരളിന്റെ അടിഭാഗോ ഇങ്ങനെ കുത്തി വെക്കൂല്ലേ, അങ്ങനെ ഒരു ചൂരലും കൊണ്ട് പുറകെ നിൽക്കണം. സുജൂദിൽ അങ്ങോട്ട് ചെയ്യണ സമയത്ത് ഒരു ചൂരലും കൊണ്ട് നിന്ന എത്ര എണ്ണത്തിന് അല്ലാഹു അഅലം. എല്ലാവരും സുജൂദ് ചെയ്യുമ്പോൾ അധികം പേരും വിരലിങ്ങനെ കുത്തി വെക്കുക. ഇങ്ങനെയാണോ വെക്കേണ്ടത്? അങ്ങനല്ലല്ലോ. ഇതിനെങ്ങളിങ്ങനെ വിരലിങ്ങനെ കുത്തി വെക്കണേ. ചിലർ പിന്നെ ഇങ്ങനെ ഇട്ടേക്കാം, കുഴപ്പമില്ല. ചിലരാണെങ്കിൽ പിന്നെ ഇങ്ങനെ കുത്തി വെക്കും. സത്യത്തിൽ വിരൽ മടക്കണ്ടേ, കാലിന്റെ അടിഭാഗം ഇങ്ങനെ പറ്റണ്ടേ, എങ്ങനെയല്ലേ സുജൂദ് ചെയ്യണ്ടേ? നമ്മളൊക്കെ പുറകെ നിൽക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇമാമായിട്ട് നിൽക്കല, ഏറ്റവും നല്ലത് ഇമാമായിട്ട്. അപ്പൊ പിന്നെ നമ്മുടെ മുന്നിൽ ആരും ഇല്ലല്ലോ, അള്ളാഹ് മാത്രമല്ലേ ഉള്ളൂ. ഈ പുറകെ നിൽക്കുമ്പോൾ കഷ്ടകാലത്തിന് ഇതൊക്കെ ചിലപ്പോൾ അറിയാതെ നോക്കി പോകും. ചിലത് കാണുമ്പോൾ, ചിലതൊക്കെ അത്തഹിയ്യാത്തിൽ ഇരിക്കണ കാണുമ്പോൾ, ചിലരൊക്കെ ഇടത് ഭാഗത്തോട്ടാണ് കാര്യം വെച്ചിരിക്കണേ, ചിലരൊക്കെ വല്ലാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. അള്ളാഹുർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുജൂദിന്റെ വേളയിൽ നിങ്ങളുടെ അവയവങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കും, എങ്കിലല്ലേ അത് സുജൂദാകൂ. ഏതെങ്കിലും ഒരു അവയവം ഒഴിവാക്കിയാൽ ആ അവയവം അള്ളാഹുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വിടാത്തതിന്റെ പേരിൽ നിന്നെ ശപിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അള്ളാഹു അവന്റെ അടിമകൾക്കിടയിലുള്ള വിചാരണയിൽ നിന്ന് വിരാമിക്കുകയും എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയും ചെയ്യുമ്പോ ചിലരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ സുജൂദിന്റെ അവയവങ്ങളിൽ നരകത്തിന്റെ തീ പോലും തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ നരകത്തിന്റെ തീ പോലും തൊടുകയില്ലെന്ന് മുത്തുനബി പറയുകയാണ്. സുജൂദിന്റെ മഹത്തമാ, സുജൂദിന്റെ മഹത്തമാ. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് പടച്ചറപ്പ് കൊടുക്കുന്ന ഏഴാമത്തെ പ്രതിഫലം, അവൻ നരകതാ സുജൂദിന്റെ അവയവങ്ങള് നരകത്തിന്റെ തീ സ്പർശിക്കുക പോലും ഇല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് നിങ്ങളെ വേദനിപ്പിക്കുകയല്ല. പലരും പറയും, ഉസ്താദേ എനിക്ക് കഴിയുന്നില്ലല്ലോ. കരയാൻ പറഞ്ഞതല്ല ചെറുപ്പക്കാരാ. എന്റെ ഉപ്പമാരോട്, എന്റെ പ്രഭാഷണം കേൾക്കുന്ന പെങ്ങന്മാരോട്, ഉമ്മമാരെ നിങ്ങളെ സങ്കടപ്പെടുത്തിയതല്ല. ആരോഗ്യമുള്ളവർ സുജൂദ് ചെയ്യാത്ത കാലത്ത് സുജൂദ് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ നിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് ഈമാനുള്ളതിന്റെ അടയാളമാണ്. ആരോഗ്യവാനായി നടക്കുന്നവൻ പോലും പള്ളിയിൽ കയറി സുജൂദ് ചെയ്യുന്നില്ല. രോഗം പിടിച്ച് സുജൂദ് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ഉസ്താദേ ഈ പറയുന്ന പ്രതിഫലങ്ങൾ എനിക്ക് ലഭിക്കുമോ എന്ന് സങ്കടപ്പെടുന്ന ഉമ്മ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഈമാനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്. കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, അവർക്ക് നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഒരു പ്രതിഫലം കൂടെ പറഞ്ഞു ദുആ ചെയ്യാം. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറാ ഇബ്നു ആദം അസ്സജദത ഫസജദ അഅ്തസല ശൈത്വാൻ യബ്ഖി യഖൂലു യാ വൈലാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദമ സന്തതികളുണ്ടല്ലോ, അവര് സുജൂദ് ചെയ്യേണ്ട ആയത്ത് പാരായണം ചെയ്താൽ അവർ സുജൂദ് ചെയ്യുമല്ലോ. പടച്ചവനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ഖുർആനിലെ ചില ആയത്തുകൾ ഉണ്ടല്ലോ, സജദയുടെ ആയത്ത് ഓതുമ്പോ പെട്ടെന്ന് സുജൂദ് ചെയ്യുമല്ലോ. ആ സമയത്ത് അല്ലാഹ് പിശാച് കരയുകയാ, ശൈത്താൻ കരയുകയാ. കാരണം ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാത്തതിന്റെ പേരിലല്ലേ അല്ലാഹു അവനെ ശപിച്ചത്, അല്ലാഹു ലഅനത്താക്കിയത്, അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാത്തതിന്റെ പേരിലാ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് സുജൂദ് ചെയ്യുമ്പോ ഇബ്ലീസ് കരയുകയാ, ശൈത്താൻ നിലവിളിക്കുകയാ. എന്നിട്ട് അവന് പറയുകയാണ്, യബ്കീ
അവൻ നിലവിളിക്കുകയാണ്, യഖൂലു യാ വൈലാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് ശപിച്ചുകൊണ്ടവൻ നിലവിളിക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സുജൂദ് ചെയ്യുന്നവർക്ക് അല്ലാഹു തരുന്ന ഏഴാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു നമ്മളെ സംരക്ഷിക്കും ബാപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 5 നേരം നിസ്കരിക്കുന്ന നീ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന നീ ഒരിക്കലും പേടിക്കണ്ട. നീ പിഴച്ചു പോകുമെന്ന് ഇബ്ലീസ് നിന്നെ വഴിപഴപ്പിക്കുമെന്ന്, നിന്റെ കൂട്ടുകാര് നിന്നെ വഴിപഴപ്പിക്കുമെന്ന് നീ ഒരിക്കലും പേടിക്കണ്ട. അല്ലാഹു സംരക്ഷിക്കും മോനെ. അതുകൊണ്ടല്ലേ മുത്തുനബി പറഞ്ഞത്, അല്ലാഹുവിന്റെ പ്രവാചകനോട് മസ്ജിദുൻ നബവിയിൽ നമസ്കരിച്ചിട്ട് ഇറങ്ങി പോകുന്ന ഒരു സഹാബിയെ കാണിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഈ മനുഷ്യന് കള്ളനാണ് നബിയേ, മോഷണം നടത്തുന്നവനാണ് നബിയേ. സ്വഹാബാ, വിട്ടേക്ക് സഹാബാ, ആ മനുഷ്യന് നമസ്കാരം നന്നാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സുജൂദ് ചെയ്യുന്നവൻ ഇബ്ലീസ് അവൻ സുജൂദ് ചെയ്യുന്നത് കാണുമ്പോ അവന് കരയുകയാണ്, അവന് സ്വന്തം ശപിക്കുകയാണ്. അതുകൊണ്ട് പടച്ച റബ്ബ് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സുജൂദ് ചെയ്യുന്നതിലൂടെ പടച്ച റബ്ബ് തരുന്ന ഏഴാമത്തെ പ്രതിഫലം ഇബ്ലീസിന്റെ ശർറിൽ നിന്ന്, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നിർത്തുകയാണ്. എന്റെ പ്രഭാഷണം കേൾക്കുന്നവരോട് റമളാൻ പടിവാതിലിൽ കടന്നു വന്ന് നിൽക്കുകയാ. റമളാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. നമ്മളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പരിശുദ്ധമായ റമളാൻ അവിടെന്ന് തയ്യാറായി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചു തരികയാ. ഈ ദിക്ർ നിങ്ങൾ പറയണേ. റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് ഈ അവസാന സമയത്ത് പാപം പൊറുക്കാനുള്ള അവസാന വഴിയാ. പാപങ്ങൾ വർഷങ്ങളോളം നീ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അല്ലാഹു നമുക്ക് പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവരോട്, റമളാനിന്റെ 1-ാമത്തെ രാവ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട രാവാ. നിങ്ങൾ കളിയും തമാശയുമായി കളയേണ്ടതല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അന്നത്തെ ദിവസത്തിന്റെ പ്രതിഫലം പിന്നെ ജീവിതത്തിൽ ഒരിക്കലുമില്ല. അന്നത്തെ ദിവസത്തിന്റെ പ്രതിഫലം വേറെ ഒരു ദിവസവും നിങ്ങൾക്ക് ലഭിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, ആ പരിശുദ്ധമായ റമളാനിന്റെ 1-ാമത്തെ രാത്രിയുടെ പ്രതിഫലം ദാവൂദ് തായി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാ. വലിയൊരു ചരിത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരു പ്രതിഫലം. ഒറ്റ ഹദീസ് ഞാൻ പറയാം. നിങ്ങളോടും എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരോടും പറയുന്നു, നാളെ റമളാൻ 1 ഇന്ന് രാത്രി തറാവീഹ് ഉണ്ടെന്ന് അറിയുന്ന ദിവസം, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സംശയത്തിന്റെ ദിവസത്തിൽ, ആ ദിവസത്തിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ നിന്റെ ജോലികളെല്ലാം കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിസ്കാരപ്പായിലേക്ക് കടന്നു വരണം. നിങ്ങൾ ഓരോരുത്തരും നിസ്കാരപ്പായിലേക്ക് കടന്നു വരണം. ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് വേണം നാളെ റമളാനാണെന്ന് നീ അറിയേണ്ടത്. നാളെ റമളാനാണെന്ന് നീ അറിയേണ്ടത് ടിവിയുടെ ഫ്രണ്ടിലിരുന്നല്ല, ബെഡ്റൂമിന്റെ അകത്തിരുന്നല്ല, വാഹനത്തിന്റെ അകത്തിരുന്നല്ല,
എന്റെ പ്രിയപ്പെട്ടവരെ, മുസല്ലയിൽ ഇരുന്നു കൊണ്ട് വേണം നിങ്ങൾ നാളെ റമദാനാണെന്നറിയാം. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഫൈദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ നദറല്ലാഹു തആലാ ഇലൈഹിം വമൻ നദറല്ലാഹു ഇലൈഹി ലം യുഅദിബുഹു അബദാ. പടച്ചവനെ, റമദാന് കടന്നു വന്നു എന്നറിയുമ്പോ ആ സമയത്ത് തന്നെ നീ സുജൂദിൽ വീഴണേ, ആ സമയത്ത് തന്നെ നീ ശുക്റിന്റെ സുജൂദ് ചെയ്യണേ. അല്ലാഹു ആ സമയത്ത് ഭൂമിയിൽ നോക്കുകയാ, ആരൊക്കെയാണ് റമദാൻ കടന്നു വന്നപ്പോൾ സ്വീകരിച്ചത്, ആരൊക്കെയാണ് റമദാൻ വന്നതിന്റെ പേരിൽ സന്തോഷിച്ചത്. അല്ലാഹുവേ, പടച്ചവന്റെ നോട്ടമെങ്ങാനും നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ലം യുഅദിബുഹു അബദാ, പിന്നെ അല്ലാഹു ഒരിക്കലും നിന്നെ ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പിന്നെ പടച്ച റബ്ബ് ശിക്ഷിക്കില്ലല്ലോ, അല്ലാഹു നരകത്തിലിടില്ലല്ലോ, അല്ലാഹു കണ്ണുനീര് കുടിപ്പിക്കില്ലല്ലോ. അതുകൊണ്ട് നോമ്പിന്റെ പ്രതിഫലമല്ല, തറാവീഹിന്റെ പ്രതിഫലമല്ല, സദഖയുടെ പ്രതിഫലമല്ല, സകാത്തിന്റെ പ്രതിഫലമല്ല, ഈ പ്രതിഫലം ഏതിൻ്റെതെന്നറിയോ? റമദാൻ വന്നത് സ്വീകരിച്ചതിന്റെ പ്രതിഫലമാ, റമദാൻ വന്നതിൽ സന്തോഷിച്ചതിന്റെ പ്രതിഫലമാ. റമദാനാണെന്നറിഞ്ഞപ്പോ അല്ലാഹുവിന് ശുക്ർ ചെയ്തതിന്റെ പ്രതിഫലമാ. അതുകൊണ്ട് പാഴാക്കല്ലേ. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹു ഈ ഒന്നാമത്തെ ദിവസത്തിന് തരുന്ന മഹത്വം വേറെ ദിവസത്തിനില്ല. അതുകൊണ്ട് മറക്കാതെ സമയം കണ്ടെത്തി നേരത്തെ കാലത്തെ ഉളുവെടുത്ത് നിസ്കാര മുസല്ലയിൽ കടന്നു വന്നോ. അല്ലാ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, പടച്ചവനെ, ശഅബാൻ തീരുകയാണ്, നന്നാകണോ, ഇബാദത്തുകൾ അധികമായി ചെയ്യ്, ഖുർആൻ അധികമായി ഓത്, തൗബകൾ ചെയ്യ്, സദഖകൾ ചെയ്യ്. അൽഹംദുലില്ലാഹ്, പായിപ്പാട് പള്ളിയുടെ പണിക്ക് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് സദഖ നൽകുന്നവരുണ്ടല്ലോ, ലക്ഷങ്ങൾ തന്നവരുണ്ട്. പടച്ചവനെ, കയ്യിലുള്ളത് തന്നവരുണ്ട്. 1500 രൂപ തന്ന സ്ക്വയർ ഫീറ്റിൽ പങ്കെടുത്തവരുണ്ട്. അല്ലാഹുവേ, കടമാണ് ഉസ്താദ്, രോഗമാണ് ഉസ്താദ്, പ്രയാസമാണ് ഉസ്താദ്, ദുരിതമാണ് ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ സദഖ തന്നിട്ട് ദുആ ചെയ്യിപ്പിച്ചവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവര്, അത് വല്ലാത്തവര് മഹത്വമാണല്ലോ. ഇന്ന് ജുമഅയ്ക്ക് ദുആ ചെയ്തു, അല്ലാ പടച്ചവനെ, ഒരു പെണ്ണിന്റെ സർജറി മാറ്റി വെക്കാൻ, അല്ലാഹുവേ, വർഷങ്ങളായി മക്കളില്ലാതെ കഷ്ടപ്പെട്ട സഹോദരി ഇന്ന് ജുമാ കഴിഞ്ഞ റൂമിൽ ചെന്നപ്പോ 3 മണിയായപ്പോ ഫോണ് വരുന്നു, ഉസ്താദേ, ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് ഇഞ്ചക്ഷൻ വെച്ച് നോക്കാം, സർജറി വേണ്ട എന്നവര് പറഞ്ഞിരിക്കുകയാ. ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ കാണാം. ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പണം തരാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വലിയവരാണെന്ന് തെളിയിക്കാനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യനും ഈ വാദിന്റെ സദസ്സിൽ വന്നിരുന്ന്, ഈ ചെറിയ സദസ്സിൽ വന്നിരുന്നിട്ട് ജീവിതത്തിലെ പല പ്രയാസങ്ങളും മാറിയവരാണ് ഞാനും നിങ്ങളും. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ഈ മജ്‌ലിസ് അല്ലാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. പലരും പറയുന്ന, ഉസ്താദേ, പള്ളിയിലെ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ ഞങ്ങളെ മറക്കല്ലേ. എത്രയോ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന മക്കള് ഉസ്താദേ മറക്കല്ലേ, ദുആ ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക്. പള്ളിയുടെ വാർപ്പിന് വേണ്ടിയല്ലേ, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന പള്ളിക്ക് വേണ്ടിയല്ലേ. 1 ഗ്രാം സ്വർണമാണ് ചോദിച്ചത്. ഒരുപാട് സഹോദരങ്ങളെ സഹോദരിമാര് കയ്യിൽ കൊണ്ട് തരുന്നവരുണ്ടല്ലോ. പടച്ചവരെ, അല്ലാ, ചെവിയിൽ
കിടന്ന് ഒരു ജോഡി കമ്മലും 1500 രൂപയും കയ്യിൽ കൊണ്ടുവച്ചിട്ട് പറയുന്ന ഉസ്താദേ ദുആ ചെയ്യണേ അല്ലാ, ആ പെങ്ങളുടെ സദക്ക സ്വീകരിക്കണേ അല്ലാ. ആ സ്വർണ്ണമേത് ശരീരത്ത് കിടന്നോ അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ, സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, കർണാടകയിൽ മടിക്കേരിയിലുള്ള സഹോദരി സ്വർണം കൊടുത്തു വിടാൻ കഴിയാത്തത് പേരണം കൊണ്ടുപോയി വിറ്റിട്ട് 35,000 രൂപ കൊണ്ടുപോയി വിറ്റിട്ട് ഉസ്താദ് കേരളത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. അല്ലാഹുവേ, 35,000 രൂപ കൊണ്ടുപോയ സ്വർണം വിറ്റിട്ട് പള്ളിക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന തമ്പുരാനെ പറഞ്ഞതെന്തെന്നറിയോ? ഈമാനുള്ള മരണം വേണം ഉസ്താദേ. അല്ലാ, ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നല്ല മരണം കൊടുക്കണേ അല്ലാ. മക്കൾ അനുഗ്രഹിക്കണേ അല്ലാ, സ്വാലിഹത്തുകളാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഭർത്താവിന്റെ ജീവിത മാർഗത്തിൽ ബറക്കത്ത് നൽകണേ തമ്പുരാന്. അവരെ കുടുംബസമേതം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പടച്ചവനെ, ഫോണിലൂടെ ഒരു ചെറുപ്പക്കാർ ഉസ്താദേ 5000 പള്ളിക്ക് 5000 പള്ളിക്ക് വേണ്ടി പടച്ചവനെ, പിന്നെ സ്വർണത്തിന് വേണ്ടി, ഇതുപോലെ പള്ളിക്ക് വേണ്ടി പടച്ചവനെ 10,000-10,000 വരുന്ന രൂപ ഈ പള്ളിക്ക് വേണ്ടി സദഖ ചെയ്തിട്ടോ പറഞ്ഞത് പേര് പോലും പറഞ്ഞില്ല, പേര് പറയുന്നില്ല ഉസ്താദ്. ഞാനും ഉസ്താദും അല്ലാഹുവും അറിഞ്ഞാ മതി, ഉസ്താദ് ദുആ ചെയ്താ മതി. സ്വീകരിക്കണേ തമ്പുരാന്, അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാന്, ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാന്. പ്രവാസിയാണ്, കൈവിടല്ലേ തമ്പുരാന്. പൊന്നുമക്കളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ റബ്ബേ. അൽഹംദുലില്ലാ, ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ഇൻഷാ അല്ലാഹ് നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. പുന്നപ്പറയിൽ നിന്നൊരു സഹോദരി, ഭർത്താവ് വിദേശത്ത് ചില കാരണങ്ങളാൽ നാട്ടിൽ വരാനുള്ള തടസ്സങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാനസികമായി ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. മക്കളെ മക്കളില്ല, സ്വാലിഹായ മക്കൾ ഉണ്ടാകണം. ദുആ ചെയ്യുന്നതിന് വേണ്ടി 10,000 രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണക്കടലായ അല്ലാഹ്. പടച്ചവനെ, വിദേശത്ത് കിടക്കുന്ന ഭർത്താവ് എന്തു പ്രയാസമാണെങ്കിലും മാറ്റണേ തമ്പുരാന്, തടസ്സങ്ങളെ മാറ്റണേ തമ്പുരാന്. പടച്ചവനെ, തന്റെ നാട്ടിൽ വന്ന ഭാര്യ മക്കളോടൊപ്പം സന്തോഷത്തോടെ കഴിയാ ഭാഗ്യം കൊടുക്കണേ അല്ലാ. മാനസിക പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. മക്കളില്ല റബ്ബേ, കരുണക്കടലായ റബ്ബേ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നവരോ അവരുടെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഈ പള്ളിയുടെ പണി തീരുന്നതിന് മുമ്പ് സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഉസ്താദേ ഷാനവാസ് അബ്ദുൽ ഖാദിർ, പടച്ചവനെ, 1 ഗ്രാം സ്വർണം തന്നിരിക്കുകയാണ് മക്കള് പരീക്ഷയിൽ വിജയം നേടാൻ. അല്ലാഹുവേ, പിതാവിന്റെ ഖബർ വിശാലമാകാ, ആ മണ്ണറ മണിയറയാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. പരീക്ഷ എഴുതുന്ന പൊന്നുമക്കൾക്ക് നല്ല വിജയം കൊടുക്കണേ തമ്പുരാന്, നല്ല വിജയം കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ശിഹാബ് എന്ന് പറയുന്ന സഹോദരൻ 2 ഗ്രാമാണ് ഓഫർ ചെയ്തത്. 1 ഗ്രാം സ്വർണം കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഉസ്താദേ, 10-45 വയസ്സ് തികഞ്ഞിരിക്കുകയാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പൊന്നുമക്കളുടെ പഠനത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, എല്ലാവിധ ഖൈറ് ബർക്കത്തും നൽകണേ തമ്പുരാനെ. മലപ്പുറം വെണ്ണിയൂരിൽ നിന്നൊരു സഹോദരി പള്ളിക്ക് വേണ്ടി പടച്ചവര് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുക്കണേ അല്ലാ. ഭർത്താവിന്റെ മാതാവിന്റെ തലയിലെ ക്യാൻസർ ശിഫയാക്കണേ അല്ലാ. വേദനിപ്പിക്കല്ലേ അല്ലാ. ഖൈറും ബർക്കത്തും ഉണ്ടാകാൻ പടച്ചവനെ, ഹലാലായ ആഗ്രഹം സാധിക്കാൻ 1 ഗ്രാം സ്വർണം സ്വീകരിക്കണേ അല്ലാ. ആഗ്രഹം
ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ അല്ലാ. പടച്ചവനെ പാലക്കാട് ഇല്ലംശ്ശേരിയിൽ നിന്ന് മുഹമ്മദ് അലി എന്ന സഹോദരന് തന്റെ മുറാദ് ഹാസിലാകാൻ 1 ഗ്രാം സ്വർണം സ്വീകരിക്കു റബ്ബേ. ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. ദുബൈയിൽ നിന്ന് അൻവർ എന്ന സഹോദരന് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും ലഭിക്കാൻ, അവരുടെ പാപങ്ങൾ പൊറുക്കാൻ, കുടുംബത്തിൽ ഐശ്വര്യം ലഭിക്കാൻ 10,000 രൂപ സ്വീകരിക്കണേ അല്ലാ. എല്ലാവിധ ഖൈറു ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചവനെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഈമാനുള്ള മരണം നൽകണേ അല്ലാ. സീന എന്ന് പറയുന്ന കൊല്ലത്ത് നിന്ന സഹോദരി കടം മാറാൻ, പൂർണ്ണമായ രോഗങ്ങൾ മാറാൻ, മക്കള് ഹാഫിളാകാൻ, ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ 1 ഗ്രാം സ്വർണം സ്വീകരിക്കണേ അല്ലാ. മക്കളെ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. അബൂദാബിയിൽ നിന്ന് ഷബീർ അലി എന്ന സഹോദരന് അല്ലാഹുവേ വിവാഹം കഴിഞ്ഞ് 11 വർഷമായി ഉസ്താദ്. അല്ലാഹുവേ പ്രസവത്തിൽ കുട്ടി മരണപ്പെട്ടു പോയതാണ്. 10,000 രൂപ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. 11 കൊല്ലമായല്ലാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടല്ലോ. അല്ലാഹുവേ ഷബീർ അലിയെ നീ കൈവിടല്ലേ അല്ലാ. സന്തോഷിപ്പിക്കണേ അല്ലാ. സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ജോലി സ്ഥിരത കൊടുക്കണേ അല്ലാ. ഉമ്മയുടെയും ബാപ്പയുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. സ്വാലിഹായ ഒരു ഭാര്യയെ കിട്ടുവാൻ സ്വാലിഹായ ഭാര്യയെ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. കണ്ണൂർ കണ്ണപുരത്ത് നിന്നൊരു സഹോദരി തന്റെ ശരീരം തളർച്ചയിലാണ്. ഹോസ്പിറ്റലിൽ പോയി രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ശിഫ കൊടുക്ക് റബ്ബേ. ആഫിയത്ത് കൊടുക്ക് റബ്ബേ. മലപ്പുറത്ത് നിന്നൊരു സഹോദരി തന്റെ ഗർഭിണിയാണ്. സ്വാലിഹായ സന്താനത്തെ കിട്ടുവാൻ 1 ഗ്രാം സ്വർണ്ണമല്ലാ. കണ്ണിന് കുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. സ്വാലിഹത്തായ ഒരു കുഞ്ഞിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി 1 ഗ്രാം സ്വർണം സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. ഈമാനുള്ള മരണത്തിന് വേണ്ടി മക്കള് സ്വാലിഹീങ്ങളാകാൻ 1 ഗ്രാം സ്വർണം അല്ലാഹുവേ. ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാന്. മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളുമാക്കണേ തമ്പുരാന്. മക്കള് കാരണം കണ്ണുനീര് കുടിക്കണ്ട ഗതികേട് കൊടുക്കല്ലേ തമ്പുരാന്. മൈസൂരിൽ നിന്ന് മജീദ് എന്ന് പറയുന്ന സഹോദരന് അസുഖം മാറാൻ, ഭാര്യയ്ക്ക് സുഖപ്രസവം ലഭിക്കുവാൻ 3313 രൂപ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. കൈവിടല്ലേ അല്ലാ. രോഗം ശിഫയാക്കണേ അല്ലാ. സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ മാറ്റണേ അല്ലാ. ശരീഫ ബീബി വീട് പണി പൂർത്തിയാകാം അല്ലാഹുവേ. 1 ഗ്രാം സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. വീടിന്റെ പണി എളുപ്പത്തിലാക്കണേ അല്ലാ. എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. നമ്മളൊക്കെ അറിയാം, നമ്മുടെ പള്ളിയിൽ നിന്ന് ആദ്യമായിട്ട് നമ്മൾ സിയാറത്തിന് പോയപ്പോൾ നമ്മുടെ കൂടെ വന്ന് ഓരോ മക്കാമുകളിലും കയറി ദുആ ചെയ്ത ഹുസൈൻ എന്ന സഹോദരൻ തൻ്റെ ഗൾഫിലേക്കുള്ള യാത്ര അല്ലാഹു ഖൈറിലാക്കി കൊടുത്തപ്പോൾ അന്ന് പറഞ്ഞു, ഉസ്താദെ ആദ്യത്തെ ശമ്പളം ഞാൻ പള്ളിക്ക് തന്നേക്കാം, ആദ്യത്തെ ശമ്പളം ഞാൻ പള്ളിക്ക് തന്നേക്കാം. അൽഹംദുലില്ലാ. ഹുസൈനക്ക പറഞ്ഞ വാക്ക് എനിക്കറിയാം, ഈ വയൽ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടെന്ന്. അൽഹംദുലില്ലാ. അള്ളാഹു അദ്ദേഹത്തിന്റെ സദഖ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജോലിയിൽ അള്ളാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ആദ്യത്തെ ശമ്പളം നിന്റെ കയ്യിലേക്ക് തന്നവനാ, നീ കൈവിടല്ലേ പടച്ചവനെ. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളെയും അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പുകളെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാൻ. 1 ഗ്രാം സ്വർണം അൽഹംദുലില്ലാ ഹുസൈനക്ക ഓഫർ ചെയ്തിട്ടുണ്ട്. അതും അൽഹംദുലില്ലാ ഇന്ന് ഏൽപ്പിക്കുകയാണ്. അള്ളാഹു മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സദഖയുടെ പ്രതിഫലം കണ്ടു മരിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
അഫ്സൽ കൊല്ലത്ത് നിന്ന് കടം മാറുവാനും വീട് വിൽക്കുവാനും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്വർണം 1 ഗ്രാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അഫ്സലിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. വീട് വിറ്റ എന്തിനാണോ വിൽക്കുന്നത് അള്ളാഹു നീ ഖൈറിലാക്കി കൊടുക്കണേ തമ്പുരാനെ. രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് എല്ലാവരും അടുത്തിരിക്കടോ, ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും അടുത്തിരിക്കുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പേര് അൽഹംദുലില്ലാഹ് നിങ്ങൾ തരുന്നത് ഇനിയും ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനിയും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും വേണ്ടി, നമ്മുടെ പള്ളിക്ക് വേണ്ടി ആരെല്ലാം സഹായിച്ചവരുണ്ടോ അവർക്കെല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് റമദാനിൻ്റെ 29ാമത്തെ രാവിൽ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഈ പള്ളിയിലിരുന്ന് 100 കണക്കിന് ഖത്തമോദി കോടിക്കണക്കിന് ഇസ്തിഗ്ഫാർ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷൈല ബീവി പായിപ്പാട് നിന്ന് സഹോദരങ്ങൾ വീട് വെക്കുന്നു ഉസ്താദെ, എല്ലാം ഒന്ന് ഖൈറിൽ പടച്ചവനെ 1 ഗ്രാം സ്വർണം നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു ആ കുടുംബക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. വീടിൻ്റെ പണിയൊക്കെ നീ എളുപ്പത്തിലാക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതേപ്പോൾ ഇന്ന് ബക്കറ്റ് പിരിവില്ലേപ്പാ? ആരെങ്കിലും ഒരു ബക്കറ്റ് എടുത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭക്ഷണത്തിനൊക്കെ വേണ്ടിയാണ്. അൽഹംദുലില്ലാഹ്. ആരാ പകജാഞ്ചി ഒന്നെടുക്ക് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് റസീന എന്ന സഹോദരി നമ്മുടെ പള്ളിക്ക് വേണ്ടി നേരത്തെ 6000 രൂപ തന്നതാണ്. വീണ്ടും ഒരു 3000 രൂപ കൂടെ അല്ലാഹുവേ എന്തോ ഒരു ആഗ്രഹമുണ്ട് പടച്ചവനെ, നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ റഹ്മാനെ. ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പോൾ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച പരിപാടിയുണ്ടോ? തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ടിരിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ളുഹർ വരെ ഇൻഷാ അല്ലാഹ് എന്തോ പറയുന്നു ഇൻഷാ അല്ലാഹ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും കൂടെ ഈ വരുന്ന ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് രാവിലെ 9:30 വേണോ 10 മണി വേണോ? 10 മണി മുതൽ ഇൻഷാ അല്ലാഹ് ഒരു 11:30 വരെ, ചൂടിറങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ പള്ളി ചൂടാകുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ്. പള്ളി AC വെക്ക് പ്രസിഡന്റ്, എന്തോ നിങ്ങളിങ്ങനെ മൈക്കത് വെച്ചാണ്. റമദാനൊക്കെ വരുമല്ലേ, ഈ ചൂടെന്ത് ചൂടാ, അപ്പം സഹിക്കാൻ പറ്റണില്ല. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ നിന്ന് ഉരുക. സത്യം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. AC വെച്ചാൽ ആ AC പള്ളിക്കകത്ത് തന്നെ വെക്കാലോ ഇൻഷാ അല്ലാഹ്. ഇവിടെ വെക്കുന്നിടത്ത് അങ്ങോട്ട് തന്നെ. ഇതൊക്കെ ഒന്നും മറക്കണമെന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തന്നെ മനസ്സിൽ ഇങ്ങനെ വിയർപ്പൊഴുകുമ്പോൾ ഒരു അസ്വസ്ഥത. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങളെന്തോ പറയുന്നു? ഇപ്പം തന്നെ അൽഹംദുലില്ലാഹ് 2 AC ഓഫറുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആരൊക്കെയാണ് അത് കൊടുത്തത് അള്ളാഹു അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ നിന്റെ പള്ളി തണുപ്പിച്ചവരാ, അവരെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാന്. നരകത്തിൻ്റെ അദാബുകളെ തൊട്ട് രക്ഷപ്പെടുത്തണേ റഹ്മാന്. പ്രസിഡന്റ് എത്ര AC വേണം? 6 എന്തിനാപ്പോ? 3-4 പോരെ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഒരു ACക്ക് എത്ര രൂപയാവും? 35,000 രൂപ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കണ എല്ലാവർക്കും കൂടെ ഒരു AC മേടിച്ചു കൊടുത്തൂടെ? എല്ലാവർക്കും കൂടെ പല തുള്ളി പെരുവെള്ളം. 35,000 ഒരാൾ കൊടുക്കണ്ട, ഒരാൾ 35,000 രൂപ കൊടുക്കണ്ട ഇൻഷാ അല്ലാഹ്. നമ്മളെല്ലാവരും കൂടെ വിചാരിച്ച ഇൻഷാ അല്ലാഹ്. നമ്മൾ എന്തിനാ ഇപ്പം വേറെ വെള്ളിയാഴ്ച ആക്കണേ? എന്തിനാ? നമ്മളുണ്ടല്ലോ, നമുക്ക് അൽഹംദുലില്ലാഹ് അള്ളാഹു തന്നിട്ടുണ്ടല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടെ വിചാരിക്കുവാണെങ്കിൽ ഒരു AC വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. പറ്റൂലേ? ഇൻഷാ അല്ലാഹ്. ഒന്നല്ലേ നിങ്ങളാണ് ഓഫർ ചെയ്തിട്ടുണ്ട്? നിങ്ങളെ സഹോദരങ്ങളെ എല്ലാവരും കൂട്ടത്തില്ല ചായയും കാപ്പിയും കൊടുത്തിട്ട് പോകുന്നു. അതിൻ്റെ കൂടെ പിന്നെ AC കൂടെ കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ്. ശരി, അള്ളാഹു ആ കൂടപ്പിറപ്പുകൾ എല്ലാവരും കൂടെ ഒരു AC അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഉമ്മാക്കി അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ബാപ്പാടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാം കൂടെ കൊടുത്തൂടെ? ഒന്ന് തീരുമാനം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയണില്ല പൈസ, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ ഉസ്താദ് എൻ്റെ കയ്യിൽ 1000 എങ്കിൽ 1000, 2000 എങ്കിൽ 2000, 5000 എങ്കിൽ 5000.
ഒന്ന് നല്ല മനസ്സോടെ പറ ഉസ്താദ്, എൻ്റെ ഉള്ളത് ഞാൻ കൊടുക്കാം. ആരാപ്പ ഇതാ അൽഹംദുലില്ലാ. ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ വേണ്ട കാക്ക ഇന്ന് ഉച്ചയ്ക്ക് തന്നെയാണ് പറഞ്ഞായിരുന്നു AC യുടെ കാര്യമൊക്കെ ചൂട്. അൽഹംദുലില്ലാ. എന്താ പക്കയുടെ പേര്? ഇസ്മായിലണ്ണൻ്റെ വക 5000 രൂപ കുലൂത്ത കുബീർ. അല്ലാഹുവേ പടച്ചവനെ, ആ മുഖത്തുള്ള പ്രകാശം നീ മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി കൊടുക്കണേ പടച്ചവനെ. എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാനെ. അപ്പൊ 5000 രൂപ. ഇനി ആരെങ്കിലും ഉണ്ടാ? ഇനിയുണ്ടോ? ഇൻഷാ അല്ലാഹ്. നമ്മുടെ വയറിങ്ങും പ്ലംബിംഗ് ഒക്കെ ചെയ്യുന്ന ചങ്ങാതിയില്ലേ ഇത്? ഷാജിക. പ്ലംബിംഗും വയറിന്റെ പേരെന്താ? വയറിങ്ങിന്റെ മുലളി ഷാജിയാണ് എൻ്റെ വക 3000 രൂപ. എല്ലാ എണ്ണം തന്നെയാണ്. പ്ലംബിംഗ് വയറൊക്കെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അപ്പൊ ഇസ്മായിൽ എണ്ണം 10 രൂപ. കുലൂത്ത കുബീർ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഷാജിയാണ് എൻ്റെ വക 3000 രൂപ. കുലൂത്ത കുബീർ. ആ ചങ്ങാതി 2. അപ്പൊ 15000 ആയി. ഇനി ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ്. നിങ്ങൾ 2 പേരും കൂടെ 5000. 20 അത്തായും മോൻ്റെ അത്തായും മക്കളും കൂടെ 20000 ഇൻഷാ അല്ലാഹ്. അതാ ഷിയാബണ്ണൻ്റെ വക 5. 25 ഇൻഷാ അല്ലാഹ്. ദാ ഇവിടെ 27, 29. ദാ നമ്മുടെ അലി നമ്മുടെ അലിയൻ എന്തിൻ്റെ പേര്? അമ്മാലിക്കാട വക അൽഹംദുലില്ലാ 32. കുലൂത്ത കുബീർ 36 ഇൻഷാ അല്ലാഹ്. 36 ഒരു AC. ഷമീർ 2000. ആരാ ഷമീർ? നീലടാ. ഷമീർ 2500 ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അപ്പം 37,500. ആര്? 2000 എന്താ ഇവിടെ? അൽഹംദുലില്ലാ. അല്ലാഹുവേ, ചെറിയൊരു കുട്ടി സുഖമില്ലാതെ ഐസിയുവിലാണ്. നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ പടച്ചവൻ അൽഹംദുലില്ലാ 2000 രൂപ. അപ്പം 38 ഇൻഷാ അല്ലാഹ്. 40 തയ്ക്കാൻ ആരാപ്പ? 38 2000 രൂപ. നിങ്ങൾ 2000 തന്നാ പോരാ, ഇവര് പോട്ടെ. അൽഹംദുലില്ലാ 40. കുലൂത്ത കുബീർ. നമ്മുടെ ചങ്ങായി ഉണ്ട് ഓടിച്ച അസർ 2000 രൂപ. 42. ഇനി ആരാ? 42. 43. ഇനി 43. 2 AC വാങ്ങണോ? അപ്പൊ അതുകൊണ്ടാ 43. അൽഹംദുലില്ലാ. ഇനി ആരുണ്ട്? അതൊക്കെ അൻസാരിയാണ്. ഒരു സഹോദരി അൽഹംദുലില്ലാ AC വാങ്ങുന്നതിന് വേണ്ടി അൽഹംദുലില്ലാ ഒരു ACക്ക് വേണ്ടി 5000 രൂപ. കുലൂത്ത കുബീർ. അപ്പൊ 43 5 48 ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? ഏത്? ഷാജി 3000 ഇൻഷാ അല്ലാഹ്. 40 ചങ്ങാതിയുടെ വക അൽഹംദുലില്ലാ 2. അപ്പൊ 50. കുലൂത്ത കുബീർ. അൽഹംദുലില്ലാ 2000 രൂപ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 52. ഇനി 52. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ എപ്പോഴും ചായം കാപ്പി തന്നെയാക്കയാ 54. കുലൂത്ത കുബീർ. ഇനി ആരാ? 1000 രൂപ. അൽഹംദുലില്ലാ. അവിടെ 55, 56. ഇനി ആരെങ്കിലും ഉണ്ടാ? 56000 രൂപ. വെള്ളിയാഴ്ച അൽഹംദുലില്ലാ നമ്മുടെ കാക്ക അൽഹംദുലില്ലാ 57, 58, 59, 60. കുലൂത്ത കുബീർ. എത്ര? 60000 ആയി. എത്ര വേണം ACക്ക്? 70 വേണം ഇൻഷാ അല്ലാഹ്. 3000 രൂപ നമ്മുടെ പള്ളിയുടെ സെക്രട്ടറിയുടെ വകയായിട്ട്. 3. ഷാജിക്കാടെ വക 3. 6 ഇൻഷാ അല്ലാഹ്. സജി അണ്ണൻ 2000 രൂപ ഇൻഷാ അല്ലാഹ്. നമ്മുടെ സജി കേൾക്കുന്നുണ്ടാ? 3, 6, 2. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ തന്നെ ആയി 60. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഷാജി അണ്ണന്റെ വകയായിട്ട് 5000 രൂപ. സാലി അണ്ണന്റെ വകയായിട്ട് 5000. അൽഹംദുലില്ലാ. കുലൂത്ത കുബീർ. പക്ഷെ നമ്മൾ ഇത്രയും പേരുടെ ഇടയിൽ 2 പേരെ മറന്നുപോയി. 2 വലിയ ആൾക്കാർ നമ്മൾ മറന്നുപോയി. ഒന്ന് നമ്മുടെ മെമ്പറേയും 2 നമ്മുടെ ഖജാൻജിയെയും മറന്നുപോയി. 2 പേരെയും നമ്മൾ മറന്നുപോയി. നിങ്ങൾ 2 പേരും കൂടെ വിചാരിച്ചാൽ അൽഹംദുലില്ലാ ഒരു AC മേടിച്ചു കൊടുക്കാം. അല്ലാഹ് പണം കൊടുത്തവരാ, അല്ലാഹു സമ്പത്ത് കൊടുത്തവരാ. 2 പേരും പള്ളിയുടെ ഖാദിമ. അപ്പോൾ നിങ്ങൾ 2 പേര് സത്യം പറഞ്ഞ ഇവരല്ലപ്പാ. ഈ ഇരിക്കുന്ന 4, 1, 2, 3, 4 ഇവർ 5 പേരും കൂടി ഒരു AC മേടിച്ചു കൊടുക്കണം. കാരണം ഇവരെല്ലാവരും കൂടെ പള്ളിയുടെ ഇല്ലേ? അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ സാലി അണ്ണന്റെ വക 5000. അപ്പൊ 75 ആയി. നിർത്തി. ഇനി നിങ്ങൾ 2 പേരുണ്ട്. എന്തോ പറയുന്നു മെമ്പറിനെ? ഞാൻ കാരണം മെമ്പർ ഇപ്പോൾ മെമ്പറിനെ നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എല്ലായിടത്തും പിരിവാ, എവിടെയും പിടിയാ. അൽഹംദുലില്ലാ. അപ്പൊ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്താ മെമ്പറെ? 5000 രൂപ. അൽഹംദുലില്ലാ. നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ അങ്ങനെ തിരുമുഖത്തില്ല. പിന്നെ നിങ്ങൾ സ്വർഗത്തിൽ പണികൾ വെക്കണം ഇൻഷാ അല്ലാഹ്.
മെമ്പർ 5000 രൂപ, നമ്മുടെ ഖജാജി 5000 രൂപ. അപ്പോൾ അൽഹംദുലില്ലാ 75 10 85 മതി. അൽഹംദുലില്ലാ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിത്തസഞ്ചിയിൽ കല്ല് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുയുടെ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുമാറാകട്ടെ. താനൂരിൽ നിന്നൊരു സഹോദരി സ്ഥലം വിൽക്കാനുള്ള ആഗ്രഹമുണ്ട്. 1 ഗ്രാം സ്വർണം അള്ളാഹു ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ. ബക്കറ്റ് പിരിവൊക്കെ അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ബക്കറ്റ് AC കിട്ടാലോ? ഭക്ഷണം ഉണ്ടില്ല, കുഴപ്പമില്ല. ശരി, അൽഹംദുലില്ലാ. അപ്പം അൽഹംദുലില്ലാ അടുത്ത ക്ലാസ് ശനിയാഴ്ച രാവിലെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പം കഞ്ഞിയൊക്കെ ഇല്ല ഇനി റമദാനിൽ എല്ലാ ദിവസവും അൽഹംദുലില്ലാ. ഇവിടെ ഭക്ഷണമൊന്നും ഇല്ലേ ഇപ്പം? കഞ്ഞിയല്ല, തറാവി നിസ്കരിക്കാൻ വരുന്നവർക്ക് നോമ്പ് തുറക്കുക. അതെങ്ങനെ പൈസ എങ്ങനെയാ അപ്പം? ഇൻഷാ അല്ലാഹ് നല്ല പള്ളിയിൽ നിന്ന് പൈസ എടുക്കണ്ട, പള്ളിയുടെ പൈസ വേണ്ട. നിങ്ങളിൽ നല്ലവർ മനസ്സുള്ളവർ അൽഹംദുലില്ലാ സ്വമനസ്സാൽ ഉസ്താദെ 1 ദിവസത്തെ നോമ്പ് തുറ നമ്മുടെ വക, 1 ദിവസത്തെ നോമ്പ് തുറ അൽഹംദുലില്ലാ അവനവൻ്റെ ഇഷ്ടം. കാരണം നോമ്പ് ഒരു കാരക്കയുടെ പകുതിയെങ്കിലും കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാൽ മതി, രക്ഷപ്പെട്ടു. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഓരോ കുടുംബക്കാർ വിചാരിച്ചാൽ 30 ദിവസം അൽഹംദുലില്ലാ പള്ളിയിൽ കഞ്ഞിവെപ്പ്, അതിനെന്തായാലും വലിയ പൈസയില്ല. നോമ്പ് തുറ അൽഹംദുലില്ലാ സുഖമായി 30 ദിവസവും ചെയ്യാൻ ആസ്തിയുള്ളവരുണ്ട്. എല്ലാവരും വേണ്ട, പായിപ്പാടുള്ള ഒരാൾ വിചാരിച്ചാൽ തന്നെ ഈ 30 ദിവസം കൊടുക്കാനുണ്ട്. അങ്ങനെ ഒരുത്തം മാത്രം പ്രതിഫലം കൊണ്ടുപോകണ്ട, എല്ലാവർക്കും കൊണ്ടുപോകണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം. അൽഹംദുലില്ലാ അള്ളാഹു നല്ല നീന്തിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ ട്രെയിൻ ഇപ്പോൾ പോകും. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുകറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമർ റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഉദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ സർവ്വ പാപങ്ങളും പുറത്തവരായ രീതിയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താണ് റഹ്മാനെ. അവരുടെ മണ്ണറ മണിയറയാക്കണേ പടച്ചവന്. അവരുടെ ഖബർ സ്വർഗ്ഗമാക്കണേ തമ്പുരാന്. അല്ലാഹുവേ, അവര് ഖബറിന്റെ അകത്ത് കടന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ തമ്പുരാന്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. കരുണക്കടലായ പടച്ച റബ്ബേ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ തമ്പുരാനെ. ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അറുത്ത് മുറിക്കല്ലേ പടച്ചവര്, കണ്ണുനീര് കുടിപ്പിക്കല്ലേ തമ്പുരാന്. സമാധാനമുള്ള ജീവിതം നൽകണേ തമ്പുരാന്. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ നീ തരല്ലേ തമ്പുരാന്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. പടച്ചവനെ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ തമ്പുരാന്. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ തമ്പുരാന്. പടച്ചവനെ, ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുന്നവരാ തമ്പുരാന്.
ആഖിബത്ത് നന്നാക്കണേ തമ്പുരാന്. പടച്ചവനെ ഇരിക്കുന്ന ഉപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഈമാനുള്ള മരണം നൽകണേ അല്ലാ. ഈ വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല വിജയം കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കള് പലരും പരീക്ഷ എഴുതുകയാണ്. ഓർമ്മശക്തി കൊടുക്കണേ റഹ്മാന്. നല്ല ഭാവി കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ദുആയ സ്വീകരിക്കണേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി ആരെല്ലാം സദഖ നൽകിയിട്ടുണ്ടോ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ അവരെ നീ പെടുത്തണേ തമ്പുരാന്. അവരെ നീ പെടുത്തണേ തമ്പുരാന്. കരുണക്കടലായ അല്ലാ പടച്ചവനെ മരിക്കുന്ന സമയത്ത് അതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. രോഗികൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ നിന്റെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർക്ക് ചൂട് സഹിക്കാൻ കഴിയാത്തത് കാരണം AC വെക്കുന്നതിന് വേണ്ടി ഒരു സദഖ ചോദിച്ചപ്പോ നല്ല മനസ്സോടുകൂടി തന്നവരാ അല്ലാ. ഒരാളെയും കൈവിടല്ലേ അല്ലാ. ഒരാളുടെ മയ്യത്തും നീ പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിക്കല്ല അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ബസീർ എന്ന സഹോദരൻ കാലിന്റെ നീര് മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപ സദഖ ചെയ്തു റബ്ബേ സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. ലൈവ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കണേ അല്ലാ. ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് തമ്പുരാര്. അവരുടെ അവസാനം നന്നാക്കണേ അല്ലാ. ആയിരക്കണക്കിന് പേര് ഉസ്താദേ ഞങ്ങളെ മറക്കല്ലേ മൊബൈലും കയ്യിൽ പിടിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. അവരുടെ അവസാന സമയം നന്നാക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. മുത്തുനബിയെ കാണാ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ചായ കൊടുക്കുന്നവർ ഭക്ഷണം കൊടുക്കുന്നവർ എല്ലാവർക്കും സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ തമ്പുരാന്. പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട ഉപ്പാട ഖബർ സ്വർഗമാക്കണേ അല്ലാ. കൂടെ പിറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ എന്റെ ഭാര്യയുടെ ഉപ്പാട മണ്ണ് ഇറയാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ സ്വർഗത്തിലും നീ ജോഡികളാക്കണേ അല്ലാ. എന്റെ പൊന്നുമക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തണേ പടച്ചവരെ. എന്റെ രോഗങ്ങളൊക്കെ നിനക്കറിയുമല്ലോ നാഥാ. അല്ലാഹുവേ നീ എന്നെ കൈവിടല്ലേ അല്ലാ. എനിക്ക് നീ അല്ലാതെ ആരുമില്ല പടച്ചവന്. ശിഫ നൽകണേ തമ്പുരാന്. അറുത്തു മുറിക്കല്ലേ തമ്പുരാന്. പാപങ്ങൾ പൊറുക്കണേ തമ്പുരാന്. അല്ലാഹുവേ റമളാനിനെ നല്ല മനസ്സോടെ സ്വീകരിക്കാൻ ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും നൽകണേ തമ്പുരാന്. ഇവിടെ ഒരുമിച്ച് കൂടി ഒരാൾക്കും ഈ വൈറസ് രോഗം നൽകല്ലേ അല്ലാ. ഈ പള്ളി അടച്ചിടുന്ന അവസ്ഥ വരുത്തല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ദിക്ർ പറയാൻ മറന്നുപോയതാ. എനിക്ക് 11:30